ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡബ്ബിംഗ് കാർണിവൽ. അപ്പോൾ നമ്മൾ കുറേ നാളായാലേ ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ട്. എനിക്ക് പനിയായിരുന്നു, അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, പിന്നെ വീട്ടിലൊന്ന് ട്രസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ ഒന്ന് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റാണ്ടിരുന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു മിനി ഡ്രാമയാണ് കാണുന്നത്. എപ്പോഴും പറയാറുള്ളത് പോലെ നല്ലൊരു ഡ്രാമയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. വലിച്ചു നീട്ടാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിനെയാണ് കാണിക്കുന്നത്. ഇവരാണ് നമ്മുടെ കഥയിലെ നായികയും നായകനും. ഇവർ കുഞ്ഞുനാൾ മുതലേ ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നതും അടുത്തടുത്താണ് താമസിക്കുന്നത് പോലും. അങ്ങനെ ഒരു ദിവസം ഇവരിരുന്നിട്ട് സംസാരിക്കുന്നത്, ഇവിടെ ഒരു TV പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിലാണെങ്കിൽ ഈ വോട്ട് ചെയ്തിട്ട് വേണം ഈ മത്സരിക്കുന്നവരെ വിജയിപ്പിക്കാനായിട്ട്. അതിൽ നമ്മുടെ ഹീറോയിന് ഒരു പെൺകുട്ടി ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഹീറോയ്ക്ക് വേറൊരു പെൺകുട്ടി ഇഷ്ടമാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഹീറോയിൻ നല്ല രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ആ പെൺകുട്ടിയോട് വോട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവനാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾക്ക് വോട്ട് കൊടുക്കത്തില്ല. ഞാൻ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അവൾക്ക് മാത്രം ഞാൻ വോട്ട് കൊടുക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിന് ലാസ്റ്റ് ദേഷ്യം വന്നിട്ട് ഇതോടുകൂടെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇവിടെ അവസാനിച്ചു, ഇനി ഞാനും നീ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം വാരി പിറക്കി എടുത്തിട്ട് തിരികെ അവളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഹീറോയുടെ അച്ഛൻ വന്ന് പറയുന്നുണ്ട്, മോളെന്താ ഫുഡ് കഴിക്കാതെയാണോ പോകുന്നത് ചോദിക്കുമ്പോൾ എനിക്കിനി ഒന്നും വേണ്ട അങ്കിൾ, ഞാൻ പോവാ, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറയുമ്പോൾ ഓഹോ അങ്ങനെയാണോ, ശരി ഞാനിന്ന് നോൺ വെജ് ഒക്കെ ഉണ്ടാക്കിയതായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഹീറോയിനാണെങ്കിൽ എടുത്തിട്ട് പോയ സാധനങ്ങളെല്ലാം അവിടെ തന്നെ ഇട്ടിട്ട് ഓടി വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്കാണെങ്കിൽ ഇത് കാണുമ്പോഴത്തേക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ നേരെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ക്ലാസ് എടുക്കുന്നുണ്ട് സാർ അവിടെ നിന്നിട്ട്. പക്ഷേ അവൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവളുടെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, ഇവൾക്ക് ഇഷ്ടപ്പെട്ട ആ പെൺകുട്ടിക്ക് നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഓൾറെഡി നമ്മുടെ ഹീറോ ആണെങ്കിൽ എല്ലാവരോടും അവൻ സപ്പോർട്ട് ചെയ്യുന്ന പെൺകുട്ടിക്ക് വോട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ ഹീറോയിനോടും ഈ പെൺകുട്ടികളെല്ലാവരും പറയുന്നതും. സോറിയടി, രാവിലെ വന്നപ്പോൾ തൊട്ടേ അവൻ ഞങ്ങളോട് ആ പെൺകുട്ടിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുമ്പോഴത്തേക്കും ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൾ സാറ് നിൽക്കുന്ന ഒന്നും മൈൻഡ് ചെയ്ത് ഹീറോയോ ഒച്ചത്തിൽ കിടന്ന് വഴക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാനായിട്ട് സാറ് നമ്മുടെ ഹീറോയിനെയും കൂട്ടിയിട്ട് ഒരു ഓഫീസ് റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഇവൾ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആൾ വേറെയാണല്ലോ. അതുകൊണ്ട് തന്നെ സാറിനെ വേറെന്തൊക്കെയോ പറഞ്ഞ് തിരിപ്പിച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ആ പെൺകുട്ടിക്ക് വോട്ട് ചെയ്യാനും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സാറ് ഫോൺ എടുത്തിട്ട് അവൾക്ക് വേണ്ടിയിട്ട് വോട്ടും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് വരെ നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് അവൻ ഉടനെ വന്ന് സാറിനോട് പറയുന്നുണ്ട്, സാർ അടുത്ത സയൻസ് പ്രോഗ്രാമിന് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നത്. നമുക്ക് കുറച്ചധികം പോയിന്റ് കിട്ടിയാൽ അത് സാറിനും നല്ലതാണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സാറും അത് വലിയൊരു നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആ ടോക്കിൽ നിന്ന് പതുക്കെ ഔട്ടാകുന്നുണ്ടായിരുന്നു. ഹീറോയും സാറും കൂടെ സംസാരിച്ച് ലാസ്റ്റ് ഹീറോ പറയുന്ന പെൺകുട്ടിക്ക് സാറ് വോട്ടും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോ ആണെങ്കിൽ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നു കേട്ടോ. അവൻ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഹീറോയിനാണെങ്കിൽ ക്ലാസ്സിൽ ഏറ്റവും പഠിക്കാത്ത കുട്ടിയും. അതുകൊണ്ട് തന്നെ എന്തായാലും ഹീറോ പറയുന്നതിനേലും സാർ കേൾക്കത്തു. അങ്ങനെ സാർ ആ പെൺകുട്ടിക്ക് വോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവളുടെ വീടിന് തൊട്ടടുത്ത് ഒരു മുത്തശ്ശി കട നടത്തുന്നുണ്ടായിരുന്നു. അവരുടെ അവിടെയും പോയിട്ട് ഹീറോയിനാണെങ്കിൽ അവരുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ച് കൊടുത്തിട്ട് മുത്തശ്ശി ആ പെൺകുട്ടിക്ക് വോട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ആ മുത്തശ്ശിയുടെ വോട്ടും അവൾ മേടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടിട്ട് വരുന്ന ഹീറോ ആണെങ്കിൽ അവിടെ വന്നിരുന്നിട്ട് മുത്തശ്ശിയുടെ കടയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ട് മുത്തശ്ശിയുടെ ഫോൺ മേടിച്ചിട്ട് ഇവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് എടുത്ത് വോട്ട് മാറി ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോയിനാണെങ്കിൽ ഇവനെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വോട്ട് ചെയ്ത് ലാസ്റ്റ് ഫൈനൽ ഡേ വരുന്നുണ്ടായിരുന്നു. ഇന്നാണ് ആര് ജയിക്കുന്നത് എന്നറിയാൻ പോകുന്നത് കേട്ടോ. ഹീറോയിനാണെങ്കിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു ആ റിസൾട്ടിന് വേണ്ടിയിട്ട്. പക്ഷേ റിസൾട്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. ഹീറോയിന് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. അവൾ അങ്ങനെ ഇരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഇവളെ ആശ്വസിപ്പിക്കാനായിട്ട് വരുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഒരുപാട് അവനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം നീ കാരണമാണ് സംഭവിച്ചത്. നിനക്ക് എങ്ങനെയാണ് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? നിനക്ക് എന്നോട് ചെറുതായിട്ടെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നീ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നോ? ഞാൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിക്ക് നീ വോട്ട് ചെയ്തില്ലായിരുന്നോ? ഇതിപ്പോൾ എല്ലാവരും മുമ്പിൽ എന്നെ നാണം കെടുത്ത് നീ ഒറ്റ ഒരുത്തനാന്ന് പറഞ്ഞിട്ട് ഹീറോ ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് തോന്നുന്നത്? ഇവള് ജയിച്ചില്ലേ, അത് 2 ലക്ഷം വോട്ട് കാരണോ? ഈ 2 ലക്ഷം ആൾക്കാരൊന്നും എനിക്കറിയത്തില്ല, പിന്നെ എങ്ങനെയാ ഞാൻ കാരണോ നീ ഇങ്ങനെ ആയെന്ന് നീ പറയുന്നതൊക്കെ പറഞ്ഞിട്ട് ഹീറോ അങ്ങോട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് ഇവളെ വെറുതെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവളിങ്ങനെ ഓരോരുത്തരായിട്ട് വോട്ട് ചോദിക്കുന്ന സമയത്ത് ഇവൻ അവിടെ പോയി കൊളാക്കുമല്ലോ. പക്ഷേ ഹീറോയിൻ അവിടെ നിന്ന് ദേഷ്യം വന്ന് പോയത് കാണുമ്പോഴത്തേക്കും അവരെ പറഞ്ഞ് തിരിപ്പിച്ചിട്ട് ഹീറോയിൻ ആരെയാണ് ഇഷ്ടമുള്ളത് ആ പെൺകുട്ടിക്ക് തന്നെയായിരുന്നു ഇവൻ പറഞ്ഞ ആൾക്കാരോടെല്ലാം വോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ
ഇതേ പറ്റിയിട്ടൊന്നും നമ്മുടെ ഹീറോയിന് അറിയത്തില്ലായിരുന്നു. ഇവളാണെങ്കിൽ ഇപ്പം നാണം കിട്ടതും നാളെ ഇനി ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ പോയി നാണം കിട്ടുന്നതൊക്കെ ഓർത്തിട്ട് ആകെ ദേഷ്യം വന്ന് നമ്മുടെ ഹീറോയുടെ കയ്യിൽ ഒരു കടിയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതോടുകൂടി അവരുടെ പിണക്കവും അവസാനിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഇവർ രണ്ടാളും നേരെ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് എല്ലാ ക്ലാസ്സിലുകളിലും മാസത്തിൻ്റെ ഏറ്റവും അവസാനം ഒരു അവലോകനമൊക്കെ നടത്തിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുണ്ടായിരുന്ന ക്ലാസ്സിന് ഒരു റെഡ് ഫ്ലാഗ് കൊടുക്കുമായിരുന്നു. ഈ മന്ത് അത് നമ്മുടെ ഹീറോയുടെയും ഹീറോയിൻ്റെ ക്ലാസ് റൂമിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഫ്ലാഗ് എടുത്തിട്ട് ഏതോ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് വിട്ടുകൊടുക്കാനായിട്ട് ഹീറോയിനും ബാക്കിയുള്ള സ്റ്റുഡൻസിനും നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഹീറോ പറയുന്നുണ്ട്, ഇതിപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമല്ല, ഓരോ ക്ലാസ്സിന് അവകാശപ്പെട്ടതാണ്, അത് നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ സാരമില്ല, അടുത്ത മാസം നമ്മളിത് തിരികെ പിടിക്കും, സ്പോർട്സ് ഡേ വരാൻ പോകും അല്ലേ, അന്ന് നമുക്ക് തകർക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും അത് കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഹാപ്പി ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ചുക്കാരും നമ്മുടെ ഹീറോയിൻ തന്നെയായിരുന്നു വഹിക്കുന്നത്. അങ്ങനെ എല്ലാ കുട്ടികളോടും പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം, എല്ലാത്തിനും പ്രൈസ് മേടിക്കണം, നമ്മുടെ ക്ലാസ്സിൽ തന്നെ റെഡ് ഫ്ലാഗ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഒരു പുതിയൊരു സ്റ്റുഡൻറ്റ് ഇവരുടെ ക്ലാസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതൊരു ചെക്കനായിരുന്നു കേട്ടോ. സാറ് പുതിയ സ്റ്റുഡൻ്റ് ആണെന്നും എല്ലാവരും ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവനെ പരിചയപ്പെടണമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരുന്നു. ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം സാറ് പോകുമ്പോൾ ഹീറോയിൻ നേരെ വന്ന ആ ചെക്കൻ എടുത്തിരുന്നിട്ട്, ഹലോ, നീ ഇത് ഐറ്റത്തിനാണ് പങ്കെടുക്കുന്നത്, നെക്സ്റ്റ് നമ്മുടെ സ്പോർട്സ് ഡേ വരുന്നുണ്ട്, അപ്പോൾ നീ ഏതിലെങ്കിലും ഒന്നിൽ പങ്കെടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ, എനിക്ക് സ്പോർട്സ് ഒന്നും അറിയത്തില്ല, ഞാൻ അതിലൊന്നും ഇതുവരെ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഉടനെ ഇവളാണെങ്കിൽ, അയ്യോ സോറി, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഏതിലാണ് പങ്കെടുക്കാൻ പറ്റുന്നത്, നിനക്ക് ഏതിലെങ്കിലും ഒന്ന് പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ലേ, നമ്മളെ ക്ലാസ്സിന് പ്രൈസ് കിട്ടുമെന്ന് പറയുമ്പോൾ, എനിക്ക് സ്പോർട്സിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നിന്റെ കയ്യിൽ ഈ ബാൻഡ് ഇട്ടേക്കുന്ന എന്തിനാ, സാധാരണ സ്പോർട്സിലൊക്കെ ഉള്ളവരല്ലേ ഇതൊക്കെ ഇടുന്നതെന്ന് പറയുമ്പോൾ, ഇത് വെറുതെ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും അല്ലാന്ന് പറയുന്നുണ്ടായിരുന്നു. കൂട്ടത്തിലാണ് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ദേവി ഇതിനോട് ഇങ്ങനെ വന്ന് സംസാരിക്കരുത്, എനിക്ക് കുറച്ച് പ്രൈവസി ആവശ്യമാണെന്നും കൂടെ പറയുമ്പോൾ ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പുതുതായിട്ട് ക്ലാസ്സിലേക്ക് കയറി വന്നതും പോരാ അവൻ്റെ അഹങ്കാരം കൊണ്ടോന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ പെറുപുറത്തുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത സ്പോർട്സ് ഡേ വരുന്നുണ്ടായിരുന്നു. ഹീറോയുടെയും ഹീറോയിൻ്റെ ക്ലാസ്സിലുള്ള പിള്ളേരും അവരുടെ എതിർ ക്ലാസ്സിലെ പിള്ളേരും എല്ലാ മത്സരത്തിലും പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് മത്സരങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇവർ ഏകദേശം ഈക്വൽ ലെവലിൽ എത്തുന്നുണ്ടായിരുന്നു. ഇതേ ടൈമിൽ പുതുതായിട്ട് വന്ന ആ ചെക്കനെ എല്ലാവരും കൂടെ നോട്ട് ചെയ്ത് വെച്ചിട്ട് എതിർ ക്ലാസ്സിലെ പിള്ളേരെല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടുകൊണ്ട് വരുന്ന നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അങ്ങോട്ട് കയറി വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എത്ര ധൈര്യം ഉണ്ടായിട്ടാ നീക്ക കൂടെ ചേർന്നിട്ട് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കൻ ഇങ്ങനെ ആക്രമിക്കാനായിട്ട് നോക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ഭയങ്കര ഷോ ഇറക്കി അവരോടൊക്കെ അങ്ങോട്ട് തല്ലി പിടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നിരുന്ന ആ എതിർ ക്ലാസ്സിലെ പിള്ളേരെ എല്ലാവരും അടിയിടിയൊക്കെ കൊടുത്തിട്ട് ഒരു വല്ലാത്ത രൂപത്തിൽ എത്തിക്കുന്നുണ്ടായിരുന്നു. ഇതറിഞ്ഞ ഇവരുടെ സാറാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇവള് അടുത്ത് വേറെ ഏതോ ഒരു ഐറ്റത്തിന് പങ്കെടുക്കാനും കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി അവളോട് പങ്കെടുക്കാൻ പറ്റത്തില്ല എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. ഇതോടുകൂടെ ഹീറോയിനും അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. കാരണം എന്താന്ന് പറഞ്ഞാൽ രണ്ട് ക്ലാസ്സുകാരും ഇപ്പോൾ ഈക്വൽ ലെവലാണല്ലോ. പക്ഷേ നമ്മുടെ ഹീറോയിൻ അടുത്ത് മത്സരിക്കാനിടായിരുന്ന ആ ഐറ്റത്തിന് പങ്കെടുത്താൽ മാത്രമേ ഇവരെന്തായാലും ഫസ്റ്റ് അടിക്കത്തുള്ളൂ. അതായത് നമ്മുടെ ഹീറോയിന് അത് ഫസ്റ്റ് കിട്ടുന്നുള്ള എല്ലാവർക്കും ഉറപ്പായിരുന്നു. പക്ഷേ ഇവൾക്കിപ്പോൾ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഹീറോ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വെറുതെ ആണല്ലോ ഇരിക്കുന്നത്, ഞാൻ അതിൽ പങ്കെടുക്കാമെന്ന് പറയുമ്പോൾ എല്ലാവരും ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ഓടാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഓടി 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 ഇവൻ മുന്നേ വേറെ ഐറ്റത്തിനൊക്കെ പങ്കെടുത്തത് കൊണ്ട് തന്നെ അവൻ്റെ കാലിൽ അത്യാവശ്യം നല്ല വേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനത് ഫസ്റ്റ് അടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ അങ്ങനെ വിഷമിച്ച് നിലത്തേക്ക് ഇരിക്കുന്ന സമയത്ത് ഹീറോയിൻ വന്ന് അവനോട് പറയുന്നുണ്ട്, ഈ സാരമില്ലടാ, ഈ മാസം നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ, അടുത്ത ദിവസം ഉണ്ടല്ലോ, ആ സമയത്ത് എന്തായാലും നമുക്ക് ഉറപ്പായിട്ട് ആ ഫ്ലാഗ് നമ്മുടെ ക്ലാസ്സിൽ തന്നെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഇവരുടെ ക്ലാസ്സിൽ തന്നെ ഇവരുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിലുള്ള ഒരു പെൺകുട്ടി ഓടി വന്നിട്ട്, നിങ്ങൾ അറിഞ്ഞോ അവിടെ ആ പുതിയതായിട്ട് വന്ന ചെക്കനില്ലേ, അവനവിടെ ടേബിൾ ടെന്നീസ് കളിക്കുവാന്ന് പറഞ്ഞിട്ട് അവളോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടി അവിടേക്ക് പോകുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് ഈ ചെക്കൻ ടേബിൾ ടെന്നീസ് കളിക്കുവാണ്. അവനെന്തോ അതിൻ്റെ പ്ലെയറാന്ന് തോന്നുന്നു. ഇത് പക്ഷേ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഗെയിമിൽ അവൻ വിജയിക്കുന്നുമുണ്ട്. അതോടുകൂടി ആ റെഡ് ഫ്ലാഗ് അവരുടെ ക്ലാസ്സിൽ തന്നെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. ഹീറോയിനും ഹീറോയ്ക്കും ക്ലാസ്സിലെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് ഈ ചെക്കൻ പോയിട്ട് നമ്മുടെ ഹീറോയിനോട് പറയുന്നുണ്ട്, ഞാൻ ഈ ഐറ്റത്തിന് പങ്കെടുക്കാൻ കാരണം നീയാണ്, വേറെ ഒന്നുമല്ല, എല്ലാവരും എന്നെ ആക്രമിക്കാനായിട്ട് നിന്ന സമയത്ത് നീയാണ് എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് താങ്ക് യു ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ സ്പോർട്സ് ഡേയും ഫ്ലാഗും ഒക്കെ കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ കഴിയും തോറും ഇവരുടെ എക്സാം ഡേറ്റും അടുത്ത് വരുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ എപ്പോഴും ക്ലാസ്സിൽ അവസാനമാണല്ലോ, അതുകൊണ്ട് വീട്ടിലിരുന്ന് അവൾ കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് പഠനം എന്ന് പറയുന്നത് അടുത്തുകൂടെ വരാത്ത സാധനമാണ്. ഇവൾ ഈ റൂമിലിരുന്ന് പഠിക്കുന്നത് കണ്ടിട്ട് ഇവളുടെ അമ്മയാണെങ്കിൽ എന്തൊക്കെയോ ഒച്ചകളൊക്കെ പുറത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് വരുന്ന നമ്മുടെ ഹീറോയിനാണെങ്കിൽ അമ്മയോട് നല്ലതായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അമ്മ, ഞാൻ പഠിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ, പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ ബഹളമൊക്കെ വെക്കുന്നത് ചോദിക്കുമ്പോൾ, പിന്നെ നീ പഠിച്ചിട്ട് എവിടെ എത്താൻ, എപ്പം നോക്കിയിരുന്നാലും ക്ലാസ്സിൽ അവസാനം തന്നെയാണ്
ആണല്ലോ, നിന്റെ പറച്ചിൽ കേട്ടാത്തൊന്നും ക്ലാസ് ഫസ്റ്റാന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഹീറോയിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അമ്മ നോക്കിക്കോ, ഇത്തവണ ഞാൻ ഫസ്റ്റ് അടിക്കാൻ വേണ്ടി തന്നെയാണ് പഠിക്കുന്നത്, നിങ്ങൾ നോക്കിക്കോ എന്ന് പറയുമ്പോഴത്തേക്കും അമ്മ അവളോട് ഒരു കാര്യം പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ ഇത്തവണ ഫസ്റ്റ് അടിക്കുവാണെങ്കിൽ നീ ആവശ്യപ്പെടുന്ന എന്താണോ അത് ഞാൻ നിനക്ക് മേടിച്ചു തരുമെന്ന് പറയുമ്പോൾ അമ്മ പറയുന്നത് സത്യമാണോ എങ്കിൽ ഉറപ്പിച്ചോ, എനിക്ക് സാധനം മേടിച്ച് തരാനുള്ള കാശെല്ലാം അമ്മ സെറ്റാക്കി വെച്ചോ, ഇത്തവണ ഞാൻ എന്തായാലും ഫസ്റ്റ് അടിക്കുമെന്ന് കൂടെ പറഞ്ഞിട്ട് അവൾ പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം നേരെ ക്ലാസ്സിലേക്ക് പോയിട്ട് ഹീറോ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ചെക്കനാണല്ലോ, അവൻ്റെ അടുത്തേക്ക് പോയിട്ട് കണക്കൊക്കെ പറഞ്ഞു തരാനിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോ കുട്ടികൾ നമുക്ക് ഓരോ കണക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ഇവൾക്ക് ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ടായിരുന്നു. അവനെന്തോ വലിയ കോമഡിയൊക്കെ പറയുന്ന പോലെ ഇവിടെ ഇരുന്ന് ചിരിക്കുന്നത് കാണുന്നത്. ഹീറോയ്ക്ക് അത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരുന്നു കേട്ടോ. ഇതെന്താ ഈ കാണിക്കുന്നത്, ഇത് ഞാൻ 4ാമത്തെ പ്രാവശ്യം ഈ കണക്ക് പറഞ്ഞു തരുന്നത്, ഇപ്പോഴെങ്കിലും നിന്ന് ശ്രദ്ധിച്ചിരുന്ന് കേൾക്ക്, എന്തിനാ നിങ്ങൾ ഇത് ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ നിന്നെ കാണുമ്പോൾ എനിക്ക് ചിരി വരുവാട്, ഈ കണക്കൊക്കെ പറയുമ്പോഴത്തേക്കും നീ എന്തോ കോമഡിയൊക്കെ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത് പറയുന്നുണ്ടായിരുന്നു. നീ ഇവിടെ എണീറ്റ് പോക്കിയ അതാ നിനക്ക് നല്ലത്, നിന്നെ പഠിപ്പിച്ച് എൻ്റെ സമയം കൂടെ ഞാൻ വേസ്റ്റ് ആക്കാമെന്ന് പറഞ്ഞ് അവളോട് എണീറ്റ് പോകാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആ സമയത്ത് എനിക്കും താല്പര്യമില്ല, നിന്നെപ്പോലെ പഠിപ്പിസ്റ്റായ ഒരുത്തൻ്റെ കൂടെ ഇരുന്നിട്ട് എൻ്റെ ടൈം വേസ്റ്റ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടായിരുന്നു. അവൾ നേരെ പോകുന്നത് ആ പുതുതായിട്ട് പഠിക്കാനായിട്ട് വന്ന ചെക്കനില്ല അവൻ്റെ അടുത്തേക്കായിരുന്നു കേട്ടോ. അവനും നമ്മുടെ ഹീറോയിനെ പോലെ അധികം അങ്ങോട്ട് പഠനം എന്ന് പറഞ്ഞത് അടുത്തുകൂടെ പോകാത്ത ഒരാളായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ പുതിയൊരു ഫ്രണ്ടിനെ കിട്ടിയ സന്തോഷത്തിൽ അവർ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഹീറോ ഇത് കാണുന്നുണ്ടെങ്കിലും അവനത് വലുതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവരുടെ സംസാരത്തിനിടയിൽ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ഇന്ന് ഗ്രൂപ്പ് സ്റ്റഡി ചെയ്താലൊന്നും കൂടെ പറയുമ്പോൾ അത് കറക്റ്റായിട്ട് നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ടായിരുന്നു. അവനത് കേൾക്കുമ്പോൾ തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അന്നേ ദിവസം നൈറ്റായിരുന്നു ഇവരിങ്ങനെ കമ്പൈൻ സ്റ്റഡി ചെയ്യാന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ചെക്കൻ നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോകുന്നതും ഹീറോ കാണുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഒരു സമാധാനം ഇല്ലായിരുന്നു, പഠിക്കാനും പറ്റുന്നില്ല, വേറെ ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ അവൻ നേരെ നമ്മുടെ ഹീറോയിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവരൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഹീറോ താഴത്തെ നിലയിലും ഹീറോയിൻ മേലത്തെ നിലയിലുമാണ് താമസിക്കുന്നത് കേട്ടോ. അങ്ങനെ ഹീറോ നേരെ അവരുടെ വീട്ടിലേക്ക് പോയിട്ട് ആൻറ്റി ഞങ്ങളുടെ വീട്ടിൽ ഉപ്പ് തീർന്നു പോയി, ഒന്ന് തരാവോ, അച്ഛനാ എന്നെ പറഞ്ഞു വിട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉപ്പ് എടുത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വന്ന് പറയാം ആൻറ്റി മുളക് പൊടി തീർന്നു പോയി, ഒന്ന് തരാവോ എന്ന് ചോദിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ആൻറ്റി മഞ്ഞപ്പൊടി തീർന്നു പോയി, അത് തീർന്നു പോയി, ഇത് തീർന്നു പോയി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവളുടെ അമ്മ, അതായത് നമ്മുടെ ഹീറോയിൻ്റെ അമ്മ പറയുന്നുണ്ട്, മോനെ അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ അച്ഛനും കൂടെ വന്നിട്ട് ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയി, ഇങ്ങനെ വെറുതെ എന്തിനാ എപ്പോഴും ഓരോ സാധനങ്ങൾ താന്ന് പറഞ്ഞ് വരുന്നതെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. അതല്ല ആൻറ്റി, ഇവിടെ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുന്നുണ്ടോ, അവളും പുതിയതായിട്ട് വന്നൊരു സ്റ്റുഡൻറ്റുമായിട്ട്. എന്താണെന്നറിയില്ല, ഈ ഇടയായിട്ട് എൻ്റെ മോൾക്ക് പഠനത്തോട് വലിയ താല്പര്യമൊക്കെ ഉണ്ട്, എന്തായാലും അത് നല്ലത് തന്നെയാണ്. അച്ചക്കൻ കുറേ നേരമായി വന്നിട്ട് രണ്ടുപേരും കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട്, ഇതെങ്കിലും അവിടെ രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മ പറയുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനും ആ ചെക്കനും കൂടെ എന്തൊക്കെയോ കാട്ടിക്കുട്ടിയൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ കുത്തിയിരുന്ന് ഗെയിം കളിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഹീറോ നേരെ വീട്ടിലേക്ക് പോയിട്ട് അവനൊരു സമാധാനമില്ല, ഈ ചെക്കൻ ഇനി എപ്പോഴാണ് തിരികെ വീട്ടിൽ പോകുന്നത് പറഞ്ഞിട്ട് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു 12 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ ചെക്കൻ നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത് നമ്മുടെ ഹീറോ കാണുന്നുണ്ടായിരുന്നു. അതോടുകൂടിയാണ് അവനൊരു ആശ്വാസം വരുന്നത്. പിറ്റേ ദിവസം എക്സാം ഡേ ആയിരുന്നു. എല്ലാവരും തകർത്ത് എക്സാമൊക്കെ എഴുതുന്ന സമയത്ത് ഹീറോയിനും ഈ പുതുതായിട്ട് വന്ന ചെക്കനുമായിട്ട് എന്തൊക്കെയോ സിഗ്നലൊക്കെ കാണിച്ചിട്ടായിരുന്നു പരീക്ഷയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഹീറോയ്ക്ക് ഇത് കാണുമ്പോഴത്തേക്കും ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന ഡേ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എല്ലാ പിള്ളേരുടെയും പാരൻസിനെ ക്ലാസ്സിലേക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ മുന്നിൽ വെച്ചിട്ടായിരുന്നു സാർ എല്ലാവരുടെയും മാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരുടെയും പാരൻസ് ക്ലാസ്സിൽ വന്ന് വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു അവരവരുടെ മക്കളുടെ മാർക്കൊക്കെ അറിയാനായിട്ട്. ഇതുപോലെ പണ്ട് നമ്മുടെയൊക്കെ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ അമ്മമാരെ വിളിച്ചെടുത്തിട്ട് മാർക്കൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഞാനൊക്കെ നാണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളും അങ്ങനെയെങ്കിൽ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇവിടെ എന്തായാലും നമ്മുടെ ഹീറോയും എല്ലാവരും മാർക്കൊക്കെ കേൾക്കാനായിട്ട് റെഡിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. ഒരുവിധപ്പെട്ട എല്ലാ പിള്ളേർക്കും പേപ്പറൊക്കെ കിട്ടിയിട്ട് മാർക്കൊക്കെ അറിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വിയർത്തൊടിച്ച് വല്ലാത്തൊരു അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ പുതുതായിട്ട് വന്ന ചെക്കനോട് പറയുന്നുണ്ട്, എടാ ഇത്തവണ ഞാൻ നല്ല മാർക്ക് മേടിച്ചില്ലെങ്കിൽ എൻ്റെ അമ്മ എന്നെ ചെരുപ്പ് ഊരി അടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൾ ആകെ സങ്കടം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് അവളുടെ അമ്മയാണെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല മാർക്ക് ഇവൾ മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹീറോയിനെയും സാറ് അങ്ങ് അടുത്തേക്ക് ചെല്ലാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും പോയി നോക്കുമ്പോഴത്തേക്കും ഇവരുടെ രണ്ടുപേരുടെ പേപ്പർ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരും അതിൽ പേര് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അന്നേരം സാറ് ചോദിക്കുന്നുണ്ട്, ഇതിലേതാണ് നിൻ്റെ പേപ്പർ? അവരവരുടെ പേപ്പർ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറയുന്ന സമയത്ത് ഹീറോയിൻ്റെ പേപ്പർ ഹീറോ ഫസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഇത് തൻ്റെ പേപ്പറാണെന്ന് പറഞ്ഞിട്ട് ഉടനെ സാറ് ചോദിക്കുന്നുണ്ട്, ഇത് നിൻ്റെ പേപ്പറാണോ? അതെന്താടാ നിനക്ക് ഇത്രയും മാർക്ക് കുറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ നന്നായിട്ട് പഠിച്ചില്ല സാർ, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ്റെ പേപ്പർ മേടിച്ചിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിന് ആ സമയത്ത് എന്തോ നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. അവൾക്ക് മനസ്സിലായി തന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൻ്റെ പേപ്പർ അവൻ മേടിച്ചു എന്നുള്ള കാര്യം. അങ്ങനെ എന്തായാലും എല്ലാവരുടെ മുന്നിൽ അവൾ വലിയൊരു പഠിപ്പിസ്റ്റ് ആകുന്നുണ്ടായിരുന്നു. തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഹീറോയിൻ്റെ അച്ഛന് നല്ല സംശയം ഉണ്ടായിരുന്നു. ഇത് ഇവൾ തന്നെ മേടിച്ച മാർക്കാണോ എന്ന് പറഞ്ഞിട്ട് അവളുടെ അമ്മയോട് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ നമ്മുടെ മോളെ സംശയമാണോ?
അവൾ കഷ്ടപ്പെട്ട് പഠിച്ച മാർക്കാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹീറോയിൻ്റെ അച്ഛൻ അത് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. തൻ്റെ മകള് ഇപ്പോൾ നല്ല മാർക്ക് മേടിച്ചതുകൊണ്ട് തന്നെ അമ്മ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അവളുടെ അടുത്തേക്ക് വന്നിട്ട് മോളെ നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അമ്മ എനിക്ക് കുറച്ചധികം സ്നാക്സ് ഒക്കെ മേടിച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാ സ്നാക്സും ഇവർ മേടിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഹീറോയിനാണെങ്കിൽ അത് അവളുടെ മേളത്തെ റൂമിൽ നിന്ന് നേരെ നമ്മുടെ ഹീറോയുടെ താഴത്തെ റൂമിലേക്ക് പാഴ്സൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് ഇത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരും പതിവ് പോലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് സാർ എല്ലാ പിള്ളേരെയും പിടിച്ചു നിർത്തിയിട്ട് ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് ആരോ എന്തൊക്കെയോ കഥാപുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് വായിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ടായിരുന്നു സാർ എല്ലാവരും വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ ഇനി ആവർത്തിച്ചാൽ ഞാൻ എല്ലാവർക്കും നല്ല പനിഷ്മെൻറ്റ് തരുമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് ഹീറോയിനാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അവൾ സ്വന്തമായിട്ട് എന്തോ ഒരു നോവലൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഹീറോയെ കാണിച്ചിട്ട് ഈ കഥകളൊക്കെ വായിക്കുന്നവരൊക്കെ പൊട്ടന്മാരാ, നീ കണ്ടോ ഈ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഞാൻ എഴുതുന്ന രീതിയിൽ എഴുതത്തില്ല, നീ ഇത് കണ്ടോ ഞാൻ പുതിയൊരു നോവൽ എഴുതുവാന്ന് പറഞ്ഞിട്ട് അവൾ അവനോട് ഭയങ്കര ബിൽഡപ്പെട്ടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഹീറോയിൻ ഇവിടെ എന്താ എഴുതുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു ക്രഷ് ഉണ്ട്. ആ ക്രഷിനെ പറ്റിയിട്ടായിരുന്നു ഈ ബുക്കിൽ ഫുൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ് ടൈമിൽ അവൾ കുത്തിയിരുന്ന് ഇത് മാത്രമായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾ സുഖിച്ച് രസിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് സാറ് വന്ന് പൊക്കുന്നുകൊണ്ട് ഈ ഡയറി മേടിച്ചിട്ട് സാറ് നേരെ ഓഫീസ് റൂമിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും തിരികെ മേടിക്കണം, അതിനൊരു വഴിയില്ല. നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്, എടാ എങ്ങനെയെങ്കിലും സാറിൻ്റെ കയ്യിൽ നിന്ന് അത് മോഷ്ടിച്ചതാടാ, എനിക്ക് അതെങ്ങനെ സാറ് തുറന്ന് വായിക്കുവാണെങ്കിൽ എൻ്റെ മാനം കപ്പൽ കയറും, ഞാൻ നാണം കിട്ടും, എല്ലാവരുടെ മുന്നിൽ കോമാളിയായിപ്പോവും, പ്ലീസ് ഡാ എങ്ങനെയെങ്കിലും എനിക്ക് തിരികെ കൊണ്ടുതാന്ന് പറയുമ്പോൾ ആരാ കോമാളിയാകാൻ പോകുന്നത്, നീയാണോ അത് ആ പുതുതായിട്ട് വന്ന ചെക്കനാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ എന്താ നീ ഇത് അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇവളെ ഏതോ ഒരു ക്രഷിനെ പറ്റിയിട്ടാണ് ഇതിൽ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹീറോയ്ക്ക് അറിയായിരുന്നു. അത് ഇവൻ്റെ വിചാരം ഈ പുതുതായിട്ട് വന്ന ചെക്കനാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഹീറോയിനോട് ചോദിച്ചത്. ഹീറോയിനോടനെ നീ എന്താ എന്നെക്കുറിച്ച് വിചാരിച്ചത്, ഞാൻ അവനെ സ്നേഹിക്കാൻ മാത്രം എൻ്റെ മന്ദബുദ്ധിയാണോ, ഞാൻ അവനെയല്ല എന്തായാലും സ്നേഹിക്കുന്നത്, പക്ഷെ ഞാൻ സ്നേഹിക്കുന്നയാൾ ഒരു നല്ല സുന്ദരനാണ്, ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരാളാന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ക്രഷിനെ പറ്റി വാദോരാതെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ചെറിയൊരു ഡൗട്ട് അടിക്കുന്നുണ്ട്, ഇനി തന്നെപ്പറ്റിയാണോ ഇവൾ പറയുന്നതെന്നൊക്കെ ഓർത്തിട്ട്. അത് കഴിഞ്ഞിട്ട് അവളിങ്ങനെ പറയുന്നുണ്ട്, നീ അന്നൊരു ദിവസം എനിക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഒരു പാട്ട് കേൾപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ലേ, അന്ന് മുതലാ എനിക്ക് എൻ്റെ പ്രണയം തുടങ്ങിയെന്ന് പറയുമ്പോൾ ഹീറോ ഉറപ്പിക്കുന്നുണ്ടായിരുന്നു തന്നെപ്പറ്റി തന്നെയാണ് ഇവൾ പറയുന്നത് പറഞ്ഞിട്ട്. പക്ഷേ എങ്ങനെയെങ്കിലും അവൻ ആ ഡയറി വായിക്കണമായിരുന്നു. അതുകൊണ്ട് നേരെ അവൻ സാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് എന്തൊക്കെയോ സംസാരിച്ച് നൈസായിട്ട് ഡയറി അവിടെ നിന്ന് മുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയിരുന്നിട്ട് ആ ഡയറി ഭയങ്കര ആകാംക്ഷയോടെ ഇരുന്ന് വായിക്കുന്ന സമയത്തായിരുന്നു ഒരു സത്യം അവൻ മനസ്സിലാക്കുന്നത്. അവൾ പറഞ്ഞ ആ പയ്യനെന്ന് പറയുന്നത് ഒരു പാട്ടിങ്ങനെ കേൾപ്പിച്ചു കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ പാട്ട് പാടിയ സിംഗറിനോടായിരുന്നു അവൾക്ക് പ്രണയം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹീറോയ്ക്ക് ഇത് വായിക്കുമ്പോഴത്തേക്ക് നല്ല ദേഷ്യം വന്നിട്ട് ആ ഡയറി അവൻ വലിച്ചെറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹീറോയിൻ ഉറക്കെഴുന്നേൽക്കുന്ന സമയത്ത് ടി വിയിൽ ഒരു ന്യൂസ് വരുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവളുടെ ആ ക്രഷിൻ്റെ ന്യൂസ് ആയിരുന്നു കേട്ടോ, അതായത് ആ സിംഗറിൻ്റെ ന്യൂസ്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേറൊരു പെൺകുട്ടിയുമായിട്ട് ഡേറ്റിങ്ങിലാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ന്യൂസുകാരോടൊക്കെ പറയുന്ന ഒരു ന്യൂസായിരുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ആകെ ഭ്രാന്ത് പിടിച്ചിട്ട് ഭയങ്കരമായിട്ടിരുന്ന് കരയുന്നുണ്ടായിരുന്നു. എന്നാലും അവനെല്ലാം ചതിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഇതറിയാൻ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവളുടെ വിഷമമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ആ സിംഗറിനെ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെറുതെ ഇവളുടെ മുമ്പിൽ ഡാൻസൊക്കെ കളിച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ഇവളെ സന്തോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം അവളിങ്ങനെ നോക്കി നിന്നിട്ട് മതി നിങ്ങനെ അഭിനയിച്ചത്, എന്നാലും അവൻ പോയല്ലോ സാരമില്ല, പക്ഷേ നിനക്ക് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൾ ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ക്ലാസ് റൂമാണ് കാണിക്കുന്നത്. ഹീറോയിനും ആ പുതുതായി വന്ന ചെക്കനും നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനെ അവർ ക്ലാസ്സിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും ഭയങ്കര ക്ലോസ് ആയിട്ട് ഇടപെടുന്നൊക്കെ കാണുമ്പോഴത്തേക്കും ക്ലാസ്സിലുണ്ടായിരുന്ന കുട്ടികൾ തന്നെ ഇവരെ കുറിച്ചിട്ട് ഓരോ റൂമേഴ്സൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഇവർ റിലേഷൻഷിപ്പിലാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നമ്മുടെ ഹീറോയിൻ എല്ലാവരും അറിയുന്നുണ്ട്, പക്ഷെ അവർ പ്രത്യേകിച്ച് ഒരു രീതിക്കും പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ന്യൂസ് നമ്മുടെ സാറിൻ്റെ അടുത്ത് എത്തുന്നുണ്ടായിരുന്നു. സാറിനാണെങ്കിൽ നല്ല ദേഷ്യം വന്നിട്ട് ഹീറോയിൻ ഈ ചെക്കനെയും പിടിച്ച് നിർത്തി നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. നിങ്ങളിവിടെ എന്തിനാ കുട്ടികളെ വരുന്നത്, പഠിക്കാൻ തന്നെയാണോ അതോ പ്രേമിക്കാനാണോ, ഇനി ഇങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ പാരൻസിനെ വിളിച്ചിട്ട് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആണെങ്കിൽ സാർ ഞങ്ങൾ പ്രണയത്തിലല്ല ഞങ്ങൾ ഫ്രണ്ട്സാന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും സാർ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മുടെ ഹീറോയിന് നല്ല സങ്കടം വരുന്നുണ്ടായിരുന്നു. ഫ്രണ്ട്സും സാറും തന്നെ മനസ്സിലാക്കാതെ ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് സാറിൻ്റെ വഴക്കൊക്കെ കേട്ടതിന് ശേഷം പുറത്തേക്ക് വരുമ്പോൾ ഈ ചെക്കനാണെങ്കിൽ ഹീറോയിനോട് സംസാരിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിലും അവളാണെങ്കിൽ നീ കാരണോ ഞാൻ ഇത്രയും വഴക്ക് കേട്ടത്, ഇനി ദേവി എന്നോട് സംസാരിക്കരുത്, എന്നെ അടുത്ത് കാണാൻ പോലും വരരുതെന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് എന്തൊക്കെയോ കിടന്ന് ചാടിയിട്ട് അവൾ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് റൂമിലേക്ക് വരുന്ന സമയത്ത് അവിടെ ക്ലീനിങ് ഒക്കെ നടക്കുന്നുണ്ട്. ആ സമയത്തും അവരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ആ പിള്ളേരെല്ലാവരും കളിയാക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഇവർ നോക്കുമ്പോഴത്തേക്കും ബോർഡിൽ ഹീറോയിൻ്റെയും ഈ ചെക്കൻ്റെയും പേര് എഴുതി വെച്ചിട്ട് എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ പിന്നെ ആ ചെക്കന് ദേഷ്യം വന്നിട്ട് എല്ലാവരോടും കിടന്ന് ചാടുന്നുണ്ടായിരുന്നു. ഇനി മേലിങ്ങനെ ആവർത്തിച്ച് കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുന്ന ആര് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവനും ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ശേഷം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഹീറോയിൻ്റെ കയ്യിലാണെങ്കിൽ കുടയുണ്ടായിരുന്നില്ല. അവൾ എങ്ങനെ ഇനി വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത്
ഈ ചെക്കൻ വന്നിട്ട് നമ്മുടെ ഹീറോയിന് ഒരു കുട കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവനാണെങ്കിൽ ഒരു ജാക്കറ്റ് തലയിൽ കൂട്ടിയിട്ട് നടന്ന് പോകുന്നുണ്ടായിരുന്നു. ഹീറോയിന് ഇത് കാണുമ്പോൾ എന്തോ ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. ആ പിള്ളേരെല്ലാവരും ഇങ്ങനെ പറയുന്നതിന് അവനൊരു തെറ്റും ചെയ്തില്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ അവനിങ്ങനോട് ദേഷ്യപ്പെടുന്നത്? പാവം, എനിക്ക് കുട തന്നിട്ട് അവൻ നടന്നു പോകുന്നത് കണ്ടില്ലേ, മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല, നമ്മൾ തമ്മിലിങ്ങനെ പിണങ്ങിയിരിക്കുന്നത് കൊണ്ട് ഒരു അർത്ഥമില്ലാന്ന് പറഞ്ഞിട്ട് നേരെ ആ ചെക്കൻ്റെ അടുത്തേക്ക് പോയിട്ട് അവർക്കിങ്ങനെ പറയുന്നതിന് ഞാനെന്തിനാ നിന്നോട് പിണങ്ങിയിരിക്കുന്നത്, നമ്മൾ ആരും പറയുന്നത് കേൾക്കാനായിട്ട് പാടില്ല, നമ്മൾ മുന്നേ എങ്ങനെയായിരുന്നോ അതുപോലെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെയും ഫ്രണ്ട്സ് ആകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം മുതൽ അവർ ക്ലാസ് വന്നിട്ട് മുന്നേ എങ്ങനെയാണോ അതുപോലെയൊക്കെ ഇടപഴകുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും അവരെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ടെങ്കിലും അവരത് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഹീറോയിന് പിന്നെ പിന്നെ ആയപ്പോൾ അതൊരു ഹരമായിരുന്നു കേട്ടോ. അവൾക്കത് കേൾക്കുമ്പോഴത്തേക്ക് എന്തോ ചെറുതായിട്ടൊരു നാണം വരുന്നുണ്ടായിരുന്നു. ഇനിയെങ്കിലും നമ്മുടെ ഹീറോയിന് ഇവനെ ഇഷ്ടമായി തുടങ്ങിയോ എന്നുള്ള കാര്യത്തിൽ അറിയത്തില്ല. എന്നാലും ഹീറോയിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ കളിയാക്കുന്നതൊക്കെ. അങ്ങനെ കളിയാക്കിയിരിക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഹീറോ വരുന്നത്. അവൻ കുറച്ച് ദിവസം ഇവിടെ നാട്ടിലില്ലായിരുന്നു കേട്ടോ. അവൻ എന്തോ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോമ്പറ്റീഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം തിരികെ ക്ലാസ് റൂമിലേക്ക് വരുന്ന സമയത്തായിരുന്നു ഇവൻ ഈ ന്യൂസ് എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ചെക്കനെ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. നീ കാരണം അവളുടെ പഠിപ്പ് ഇങ്ങനെ ആയി പോകരുത്, ഒന്നാമത് അവൾ ക്ലാസ്സിൽ അവസാനമാണ് എപ്പോഴും വരുന്നത്, അതിൽ കൂടെ ഇങ്ങനെ നിങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അവൾക്ക് പഠിക്കാനുള്ളൊരു മൂടൊന്നും കിട്ടത്തില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് നീ അവൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറയുന്ന സമയത്ത് നീ ഇതെന്തറിഞ്ഞിട്ട് സംസാരിക്കുന്നത്, നീയും അവൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഞാനും അവൾ ജസ്റ്റ് ഫ്രണ്ട്സാണ്, അതിനിങ്ങനെ മറ്റുള്ളവർ പറയുന്നതിന് ഞാനും അവൾ ഒരു തെറ്റും ചെയ്തില്ല, വെറുതെ നീ എന്നെ വഴക്ക് പറയേണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഹീറോയിൻ ആണെങ്കിൽ ഒരു നോട്ട് ബുക്ക് നമ്മുടെ ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട് കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതി തരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ നോട്ട് ബുക്ക് ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെക്കൻ്റെ ആയിരുന്നു കേട്ടോ. ഹീറോ ഇങ്ങനെ അത് ആലോചിക്കുന്ന സമയത്ത് അവന് വല്ലാതാവുന്നുണ്ടായിരുന്നു. ഇനിയെങ്ങാനും ഇവർ രണ്ടാളും കൂടെ ചേർന്നിട്ട് എന്നെ വലിപ്പിക്കുന്നതായിരിക്കോ, തന്നെ വെച്ചിട്ട് അവർ യൂസ് ചെയ്യുന്നത് പോലെ, അതായത് ഇങ്ങനെ പുറകിൽ ഇവർ റിലേഷൻഷിപ്പിലാണെങ്കിലും അതിനെ തന്നെ വെച്ചിട്ട് എന്തോ യൂസ് ചെയ്യുന്ന പോലെ അവന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതവന് വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ക്ലാസ് ബെഞ്ചസ് ഒക്കെ ഇങ്ങനെ മാറ്റുന്നുണ്ടായിരുന്നു. അതായത് ക്ലാസ് ഫസ്റ്റ് വരുന്ന ആൾ ഫ്രണ്ട് ബെഞ്ചിലാണ് എപ്പോഴും വരുന്നത് കേട്ടോ. അങ്ങനെ സാറ് വന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ഹീറോയുടെ അടുത്ത് എപ്പോഴും ഇരിക്കുന്ന നമ്മുടെ ഹീറോയിൻ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ ഹീറോയിൻ ഇരിക്കാനായിട്ട് വരുന്ന സമയത്ത് ഹീറോയുടെ അടുത്ത് വേറൊരു ചെക്കൻ ഇരിപ്പുണ്ടായിരുന്നു. ഉടനെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അതെന്താണ് നിൻ്റെ അടുത്ത് ഈ ചെക്കൻ കയറി ഇരിക്കുന്നത്, ഞാനല്ലേ എപ്പോഴും നിൻ്റെ അടുത്ത് ഇരിക്കുന്നത്, ഇവനോട് എണീറ്റ് പോകാനായിട്ട് പറയാനായിട്ട് പറയുന്ന സമയത്ത് ഹീറോ പറയുന്നുണ്ട്, ഞാൻ അവനോട് അവിടെ ഇരിക്കാനായിട്ട് പറഞ്ഞത്, നിനക്ക് വേറെ സീറ്റ് ഉണ്ടല്ലോ, നീ അവിടെ എങ്ങാനും പോയി ചെന്നിരിക്കാനായിട്ട് പറയുമ്പോൾ അതെന്താ നീ ഇപ്പം ഇങ്ങനെ പറയുന്നത്, എപ്പോഴും ഞാൻ നിൻ്റെ അടുത്തല്ലേ ഇരിക്കാറെന്ന് പറയുന്നുണ്ടായിരുന്നു, നീ എന്തിനാ എൻ്റെ അടുത്ത് ഇരിക്കുന്നുള്ള കാര്യം എനിക്ക് പിടികിട്ടി, വെറുതെ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് നിൻ്റെയും നിൻ്റെ ഫ്രണ്ട്സിൻ്റെ എല്ലാവരും നോട്ട്സ് എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് ഞാനതെല്ലാം എഴുതി തരണം, അതിന് വേണ്ടിയിട്ടല്ലേ നീ എന്നെ ചുറ്റിപ്പറ്റി ഇരിക്കുന്നത് ചോദിക്കുന്ന സമയത്ത് ഹീറോയിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇനി ഇവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ നേരെ പോയിട്ട് ആ പുതിയതായിട്ട് വന്ന ചെക്കൻ്റെ അടുത്തേക്ക് പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന സമയത്ത് ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് ഹീറോ അവളെ നന്നായിട്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ പിന്നെയും ഹീറോയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്തിൻ്റെ പേരിലായിരുന്നു ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത്, കാര്യം ഏതാണെന്ന് പറയാനായിട്ട് പറയുമ്പോൾ എനിക്ക് പറയാനായിട്ട് ഒരു കാര്യമില്ല, തൽക്കാലം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് നീ പോണെങ്കിൽ പോടാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നുണ്ടായിരുന്നു. അവൻ്റെ അച്ഛനായിരുന്നു അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവൻ്റെ അമ്മ ഇവൾ കുഞ്ഞായിരുന്ന സമയത്ത് അവനെ ഉപേക്ഷിച്ചിട്ട് പോയതായിരുന്നു. ഇപ്പോൾ അവരെങ്ങാണ്ടോ നാട്ടിലേക്ക് തിരിച്ചു വരുവാന്ന് പറഞ്ഞിട്ടായിരുന്നു അവൻ്റെ അച്ഛൻ അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവനും ഓക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നേരെ വീട്ടിലേക്ക് പോയിട്ട് ഹീറോയ്ക്ക് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു. അതവൻ ഫുള്ള് തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് 4 വയസ്സായിരുന്ന സമയത്തായിരുന്നു അവൻ്റെ അമ്മ അവനെ ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഹീറോയ്ക്ക് പ്രസൻറ്റ് ചെയ്ത സൈക്കിളായിരുന്നു ഇത്. പക്ഷെ അവനതിന് ഓടിക്കാനായിട്ട് അറിയത്തില്ലായിരുന്നു. അന്നേരം അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ട് തിരികെ വരുന്ന സമയത്ത് നിന്നെ ഇത് പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർ ഇത്രയും വർഷത്തിനുള്ളിൽ ഇതുവരെയും തിരികെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഹീറോയ്ക്ക് ഒരുപാട് പേര് സൈക്കിൾ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവനെന്തോ അതിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ്റെ അമ്മ തിരികെ വരുന്ന സമയത്ത് മാത്രം സൈക്കിൾ പഠിച്ചാൽ മതിയെന്നായിരുന്നു അവൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. ഹീറോയിനും അവനെ ഒരുപാട് നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഹീറോയിൻ്റെ അടുത്തേക്കും ഹീറോ സൈക്കിൾ ഓടിക്കാൻ പഠിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇത്തവണ എന്തായാലും അമ്മ വരുന്ന സമയത്ത് എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു അവൻ ആ സൈക്കിളെല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് കഴിയുന്ന സമയത്ത് അവൻ്റെ അമ്മ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവൻ കാണുന്ന കാഴ്ചയെന്ന് പറയുന്നത് അവൻ്റെ അമ്മയുടെ കൂടെ ഒരു കുഞ്ഞു കുട്ടി കൂടി ഉണ്ടായിരുന്നു. അവർ പോയിട്ട് വേറെ കല്യാണം കഴിച്ചിട്ട് അതിലുള്ള കുട്ടിയായിരുന്നു അതെന്ന് പറയുന്നത്. അങ്ങനെ ഇവരെല്ലാവരും അകത്തേക്ക് കയറി വരുന്ന സമയത്ത് അവൻ്റെ അച്ഛൻ ഒരുപാട് കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു ഇവൻ്റെ അമ്മയോട്. ഇതേ സമയത്ത് തന്നെ ഹീറോയുടെ പഴയ സൈക്കിള് ഈ കുഞ്ഞു കുട്ടി കാണുന്നുണ്ടായിരുന്നു. അവനത് എങ്ങനെയെങ്കിലും ഓടിക്കണമായിരുന്നു. പക്ഷേ ഹീറോ പറയുന്നുണ്ട്, നീ ഓടിക്കേണ്ടെന്നും ഈ സൈക്കിൾ നിനക്ക് പറ്റത്തില്ല, വലിയ സൈക്കിളല്ലേ, ഇതിൽ കയറിയിരുന്ന് നീ ഓടിക്കാനായിട്ട് നോക്കിയാൽ നീ താഴെ വീഴും, പിന്നെ നിനക്ക് ഇടി പറ്റുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കുട്ടി ഭയങ്കരമായിട്ട് നിർബന്ധം പിടിച്ചിട്ട് എനിക്ക് സൈക്കിൾ ഓടിക്കണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് സൈക്കിളിലേക്ക് കയറി ഇരുന്നിട്ട് ചവിട്ടുന്ന സമയത്ത് ഹീറോ പറഞ്ഞതുപോലെ അവൻ താഴേക്ക് വീണിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് നേരെ ഹീറോയുടെ അമ്മ വരുന്നുണ്ടായിരുന്നു. വന്ന പാടെ ഈ കുഞ്ഞു കുട്ടിയെ എടുത്തിട്ട് ഹീറോ ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. നീ വലിയ കുട്ടിയല്ലേ, ഈ പന്ന സാധനങ്ങൾ
എന്തിനാ ഈ വീട്ടിൽ വെച്ചേക്കുന്നത്, പുറത്ത് കളയേണ്ട സാധനങ്ങൾ പുറത്ത് കളയണമെന്ന് പറഞ്ഞിട്ട് ആ സൈക്കിളിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. തൻ്റെ അമ്മ പോകുന്നതിന് മുന്നേ തന്നെ സൈക്കിൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞ കാര്യം പോലും ഇപ്പോൾ ഓർമ്മയില്ല എന്നുള്ളത് ഹീറോയ്ക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ഇവൻ്റെ അമ്മ തന്നെ ഈ സൈക്കിൾ നേരെ കൊണ്ടുപോയി ഡസ്റ്റ്ബിന്നിലേക്ക് കൊണ്ടിടുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഹീറോയിനും ആ പുതുതായിട്ട് വന്ന ചെക്കനില്ലേ അവന് നമുക്ക് ലിയോ എന്ന് പേര് വെക്കാം കേട്ടോ. അങ്ങനെ ഹീറോയിനും ലിയോ അവിടെ വരുന്നുണ്ടായിരുന്നു. ഹീറോയിൻ നമ്മുടെ ഹീറോ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണുന്നുണ്ടെങ്കിലും അവനോട് പോയി ഒന്നും സംസാരിക്കാതെ നേരെ അവളത്തേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. ഹീറോ ആണെങ്കിൽ ഈ സൈക്കിൾ നോക്കിയിട്ട് അവന് ഭയങ്കര സങ്കടം വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ നേരെ പോയിട്ട് ഹീറോയുടെ അമ്മയായിരുന്നു കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അവരടുത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇപ്പം എന്തിനാ നിങ്ങൾ കയറി വന്നത്, വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ മകനെ ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ അവൻ്റെ വേദന എന്ത് നിങ്ങൾ ഒരു തവണയെങ്കിലും ഓർത്തിട്ടുണ്ടോ, അവൻ എന്തുമാത്രം വിഷമിച്ചു നിങ്ങൾ ഓർത്തിട്ടുണ്ടോ, പണ്ട് നിങ്ങൾ പോകുന്ന സമയത്ത് അവന് സൈക്കിൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അതുകൊണ്ടാണ് അവൻ ഇപ്പോഴും ആ സൈക്കിൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ പോയതിനു ശേഷം ഒരുപാട് പേര് അവനെ സൈക്കിൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എൻ്റെ അമ്മ വന്നിട്ട് മതിയെന്ന് മാത്രമായിരുന്നു അവൻ്റെ തീരുമാനം എന്ന് പറയുന്നത്. എന്നിട്ട് ഇപ്പം നിങ്ങൾ കയറി വന്ന് ഈ കാണിക്കുന്നത് അവൻ എന്തുമാത്രം സങ്കടപ്പെടുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് അവരോട് ഭയങ്കരമായിട്ട് കയറി ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് അവരാണെങ്കിൽ ഇതൊക്കെ എന്നോട് സംസാരിക്കാൻ നീ ആരാണ് ഇവൻ്റെ, ഞാൻ അവൻ്റെ അമ്മയാണ്, നീ ആരാന്ന് പറഞ്ഞിട്ട് തിരികെ ചോദിക്കുന്ന സമയത്ത് ഹീറോ നേരെ കയറി വന്നിട്ട് പറയുന്നുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത ആളെന്ന് പറയുന്നത് ഇവള് മാത്രമാണ്, നിങ്ങളാണ് പുറമേ നിന്നുള്ള ആൾ, അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരും ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹീറോയിൻ അവനോട് പറയുന്നുണ്ട്, എടാ നിനക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അതെന്നോട് നിനക്ക് തുറന്ന് പറഞ്ഞുകൂടായിരുന്നു, എന്തോ നിനക്ക് പ്രശ്നമുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് ഭയങ്കര കഷ്ടമായിപ്പോയി, എന്നോട് നിനക്ക് തുറന്ന് പറയായിരുന്നു അമ്മ വരുന്ന കാര്യമെന്ന് പറയുന്ന സമയത്ത് ഹീറോയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ അവൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതുപോലെ നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതേന്ന് പറയുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, ഞാൻ നിന്നെ വിട്ടിട്ട് എവിടേക്കും പോയില്ലടാ, ഇനി ഇങ്ങനെ നീ ആവർത്തിക്കരുത്, നിനക്ക് എന്തുണ്ടെങ്കിലും എന്ത് സങ്കടം ഉണ്ടെങ്കിലും അതെന്നോട് നീ തുറന്നു പറയണമെന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഹീറോയിൻ പിന്നെയും സ്കൂളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഒരു സാറ്റർഡേ ആണ് കേട്ടോ. അങ്ങനെ ഹീറോയിനും ഹീറോയിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും സംസാരിച്ചിരിക്കുന്ന സമയത്ത് ലിയോ അവിടേക്ക് വന്ന് പറയുന്നുണ്ട്, ഹീറോയിനോടാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നാളെ സാറ്റർഡേ അല്ലേ, അപ്പോൾ നമുക്ക് പുറത്തെവിടെയെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഇവളോട് ചോദിക്കുമ്പോൾ ഇവൾ നാളെ സാറ്റർഡേ എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് വരാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. സാറ്റർഡേ ആക്ച്വലി നമ്മുടെ ഹീറോയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടായിരുന്നു അവൾ വരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സാറ്റർഡേ ആകുന്നുണ്ട്. ഹീറോയ്ക്ക് അവൾ ബർത്ത്ഡേ വിഷസൊക്കെ അറിയിച്ചതിന് ശേഷം അവളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ അതൊരു പുതിയ സൈക്കിളായിരുന്നു. ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ വലിയ ബിൽഡപ്പെട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, ഇതെന്തായാലും ഞാൻ നിന്നെ പഠിപ്പിക്കും, നിനക്ക് ഓക്കെ ആണല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് ഓക്കെ ആണ്, പക്ഷേ നീ എന്നെ പെട്ടെന്ന് സൈക്കിൾ ഓടിക്കാനായിട്ട് പഠിപ്പിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും പറ്റത്തില്ല, സൈക്കിൾ പഠിപ്പിക്കാൻ എങ്ങനെ പോലെ ഒരു 6 മാസം എടുക്കും, നിനക്ക് അറിയത്തില്ല ഇത് ഓടിക്കുക എന്ത് കഷ്ടമാണെന്ന് പറഞ്ഞിട്ടൊക്കെ അവൾ ഭയങ്കര എന്തോ വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എടി ഒരു മാസത്തിനുള്ളിൽ നീ എങ്ങനെ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറയുമ്പോൾ ഞാൻ ശ്രമിക്കാം, ജസ്റ്റ് നീ കയറി നോക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോ നേരെ സൈക്കിളിലേക്ക് കയറി നിന്നിട്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ ആദ്യം ഇങ്ങനെ വളഞ്ഞൊക്കെ പോകുന്നുണ്ടെങ്കിലും തിരികെ വരുന്ന സമയത്ത് കൈ സൈക്കിളിൽ പിടിക്കാതെ ഭയങ്കര ഷോ ഒക്കെ ഇറക്കി വരുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഹീറോയിന് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ലേ, ഇവൻ എങ്ങനെയാണ് ഈ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത്, അങ്ങോട്ട് പോയപ്പോൾ വളഞ്ഞല്ലേ പോയിക്കൊണ്ടിരുന്നത്, ഇപ്പം ഇതാ ഇങ്ങനെയൊക്കെ വരുന്നു, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളാകെ വായും പൊളിച്ച് നിൽപ്പുണ്ടായിരുന്നു. അവനാണെങ്കിൽ നേരെ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് കയറാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിന് പുറകിൽ കയറുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവളെയും കൂട്ടിയിട്ട് നേരെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഇന്നലെ ലിയോ നമ്മുടെ ഹീറോയിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒരു സ്ഥലത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ ഞാൻ അറിഞ്ഞിരുന്നു അവൻ എന്നെ ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോകാമോ എന്ന് പറഞ്ഞ് ചോദിച്ച കാര്യം, ഇന്നെൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ടല്ലേ നീ വരത്തില്ല എന്ന് പറഞ്ഞത്, മേ ബി അത് എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തിയേക്കാം, അതായത് അവൻ്റെ ഒപ്പം വരാൻ പറ്റാത്തതിനെക്കുറിച്ച് ഓർത്തിട്ട്, അതുകൊണ്ടാണ് അതിൻ്റെ ഇവിടെ കൊണ്ടുവന്നാക്കിയെന്ന് പറയുമ്പോൾ ഹീറോയിൻ തിരികെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്കെങ്ങനെ അറിയാം എനിക്ക് അവൻ ഇഷ്ടമാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം, ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അതുകൊണ്ട് എനിക്ക് മനസ്സിലായെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നേരെ അവൻ അവളെ ഡ്രോപ്പ് ചെയ്തിട്ട് അവൻ തിരികെ പോകുന്നുണ്ടായിരുന്നു. ഹീറോയ്ക്ക് നല്ല സങ്കടമുണ്ട് അവൾക്കിങ്ങനെ മറ്റവന് ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം, പക്ഷേ എന്തോ അവളുടെ സന്തോഷത്തിന് അവൻ എതിര് നിൽക്കുന്ന നല്ലതല്ലാന്ന് തോന്നിയിട്ടാണ് ഇപ്പോൾ അവൾ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അവൻ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി മൂഡിൽ നേരെ ആ റെസ്റ്റോറൻറ്റിനകത്തേക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. അതായത് അവളുടെ വിചാരം ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട് അവൻ പുറത്ത് പോകാമെന്ന് പറഞ്ഞത് ഇവളെങ്ങാനും ഇനി പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അതിൻ്റെ ഒരു പ്രതീക്ഷയിലായിരുന്നു നേരെ അവൾ ആ റെസ്റ്റോറൻറ്റിൽ അവൻ്റെ ഫ്രണ്ടിൽ പോയിരുന്നിട്ടുണ്ടായിരുന്നു. അവന് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. ഓൾറെഡി നമ്മുടെ ഹീറോ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവളെയും കൂടിയിട്ട് അവിടെ വരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഹീറോയിന് ഭയങ്കര നാണം വരുന്നുണ്ടായിരുന്നു. അവൻ ഏത് നിമിഷവും പ്രപ്പോസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ അവൾ ഇരിക്കുന്നത്. പക്ഷേ ഇവൻ എന്തിനാണ് ഇവളെ ഇവിടെ വിളിച്ചു വരുത്തിയെന്ന് പറയുമ്പോൾ അത് ചൈനയിലെ ഇന്നേ ദിവസം വാലന്റൈൻസ് ഡേ ആണ്, അതുകൊണ്ട് തന്നെ ഈ റെസ്റ്റോറൻറ്റിൽ എന്തോ ഒരു ഓഫർ ഉണ്ട്, കപ്പിൾസ് ആയിട്ട് വരുന്നവർക്ക് 50% എന്തോ ഓഫർ ഉണ്ട് കേട്ടോ. അതുകൊണ്ടായിരുന്നു കപ്പിളായിട്ട് ഒരു പെൺകുട്ടി
കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഫുഡിൽ എന്തെങ്കിലും ഇങ്ങനെ ഓഫറൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മുടെ ഹീറോയിനും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് കേൾക്കുന്ന ഹീറോയിന് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അവനിൽ നിന്ന് ഇങ്ങനെ ഒരു മറുപടി എന്ന് പറയുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ചില്ല എന്നൊക്കെ വരുത്തിയിട്ട് എങ്ങനെയൊക്കെ അവൾ വളരെ സങ്കടത്തോടു കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. നേരെ ബാത്റൂമിലേക്ക് കയറിപ്പോയിട്ട് ഭയങ്കരമായിട്ട് നിന്ന് കരയുന്നുണ്ടായിരുന്നു. അവളുടെ അമ്മ പുറത്ത് വന്നിട്ട് നീ അവിടെ എന്ത് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ അമ്മ ഞാൻ കുളിക്കുക, നീ അതിന് രാവിലെ കുളിച്ചിട്ട് പോയതല്ലെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടായിരുന്നു. അന്നേരം അവൾ അയ്യോ ഞാനത് മറന്നുപോയി, മിണ്ടാതിരിക്കണം ഇവിടെ, പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് അവർ വല്ല വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ സ്ഥലകാല ബോധമില്ലാതെ അവൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു. അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അതായത് അവളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇഷ്ടമാണ് എന്ന് പറയുമെന്ന് വിചാരിച്ചിട്ടാണല്ലോ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനൊരു മറുപടി അവൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളെ മനസ്സിനത് ഒരുപാട് തളർത്തിയിട്ടുണ്ടായിരുന്നു. നേരെ ആ സങ്കടവും നമ്മുടെ ഹീറോയോടാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾ പറയുന്നുണ്ട് എന്താണ് അവൻ എന്നോട് ഇങ്ങനെ കാണിച്ചത്, ഇത്രയും നാൾ ഞാൻ അങ്ങനെയാണോ അവനെ കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പുലമ്പിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹീറോ അവനെ കൊണ്ട് പറ്റുന്ന വിധം അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ പോട്ടടി, നിനക്ക് ഇതിനെക്കാട്ടിലും നല്ലൊരു ചെക്കനെ കിട്ടും, ഇവൻ അങ്ങ് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്ന സമയത്ത് നീ പറഞ്ഞതും ശരി തന്നെയാണ്, എനിക്ക് ഇവനെക്കാട്ടി നല്ലൊരു ചെക്കനെ ദൈവം തരുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൾ വേറൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. എങ്കിൽ ഇപ്പം എൻ്റെ സങ്കടം മാറ്റി ഞാനിപ്പോൾ എന്താ ചെയ്യുക, ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റണമെന്ന് ഞാൻ കുറേ നാൾ കൊണ്ട് വിചാരിക്കുവാണ്. ഇപ്പോൾ എൻ്റെ മൂഡ് മാറ്റാനായിട്ട് അത് മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ, വാ നമുക്ക് ഏതെങ്കിലും സലൂണിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഹീറോയും കൂട്ടിയിട്ട് ഒരു സലൂണിലേക്ക് പോകുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഹെയർ സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്ത് തരാനായിട്ടായിരുന്നു അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്തിട്ട് അവൾ കണ്ണാടിയിലേക്ക് നോക്കുന്ന സമയത്ത് എർത്തടിച്ചിരിക്കുന്നത് പോലെയായിരുന്നു അവളുടെ മുടി ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവൾ അവിടെ കിടന്ന് ആകെ ബഹളം വെച്ചിട്ട് ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും, എൻ്റെ തലമുടി നിങ്ങൾ ശരിയാക്കി തരണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. അവരെന്തൊക്കെയോ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് എന്തൊക്കെയോ തലമുടിയാക്കി വെക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഷേപ്പിൽ അവൾക്ക് നാളെ സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര നാണക്കേടായിരുന്നു. അതുകൊണ്ട് ഒരു തൊപ്പിയൊക്കെ വെച്ച് അതിനെ മറച്ചു വെച്ചിട്ടായിരുന്നു നേരെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് നേരെ ക്യാൻറ്റീനിൽ പോകുന്ന ടൈമിൽ നമ്മുടെ ഈ ലിയോനെ അവൾ കാണുന്നുണ്ടായിരുന്നു. നേരെ അവൻ്റെ അടുത്തേക്ക് പോയിട്ട് സംസാരിക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് അവൻ എന്തോ ഒരു സങ്കടം ഉള്ളതുപോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആക്ച്വലി അവനൊരു ടേബിൾ ടെന്നീസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിലുള്ള ടെൻഷന് അവനുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരുന്നു അവൻ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കിയ ഹീറോയിൻ ആണെങ്കിൽ ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷം അവനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു ചോദിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന സമയത്തായിരുന്നു അവളുടെ തൊപ്പി അങ്ങ് മാറ്റുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന അവന് ചിരി സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നിനക്കിതെന്ത് പറ്റി, ഇതെന്താ നിൻ്റെ മുടിയിൽ സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. ഇവൻ്റെ ചിരി കാണുമ്പോഴത്തേക്കും ഹീറോയിനും ചിരി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി ചിരിച്ച് ലാസ്റ്റ് അവൾ പറയുന്നുണ്ട് നീ കോമ്പറ്റീഷൻ എന്തായാലും വിൻ ചെയ്യും, അതുകൊണ്ട് അതോർത്ത് ഇപ്പോഴേ നീ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് പറയുമ്പോൾ അവനെന്തോ അതൊരു പുതുമയുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോയിനെ അവൻ അങ്ങനെ ഇതിനു മുന്നേ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അവളെന്തോ ആദ്യമായിട്ട് കാണുമ്പോൾ അവനെന്തോ ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ടായിരുന്നു. മേ ബി ഈ ഒരു ടൈം മുതൽ അവളോട് അവനും ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടാവാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവൻ ടേബിൾ ടെന്നീസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അവൻ അതിന് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ റിസൾട്ടെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നൈറ്റ് വീട്ടിലെന്നിട്ട് ടി വി ഒക്കെ കാണുന്ന സമയത്ത് അവളുടെ അമ്മ വന്ന് അവൾ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് ഒരു വലിയൊരു ബില്ല് കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. കണ്ടോടി, നീ ഈ കമ്പ്യൂട്ടറും ടി വിയും വൈഫൈയും എല്ലാം യൂസ് ചെയ്യുന്നതിൻ്റെ ബില്ലാണ് ഇത്, ഞാനിത് എങ്ങനെയാണ് കൊണ്ടുവന്ന് അടയ്ക്കേണ്ടത്, എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, പഠിക്കുന്നു പറഞ്ഞ് എപ്പോഴും ഇതിൻ്റെ മുമ്പിൽ തന്നെ ഇരുന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നീ ഇതേ അവനെ കണ്ട് പഠിക്കുക, അതായത് നമ്മുടെ ഹീറോയാണ് കേട്ടോ, അവൻ എപ്പോഴും ഇരുന്ന് പഠിക്കും, ടി വിയെ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ നല്ല ഇതൊരു ചെക്കനെ പോലെ ഇരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഹീറോയിൻ നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവനെ പോയി ദത്തെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ തിരിച്ച് പറയുന്ന സമയത്ത് അത് തന്നെ നല്ലത്, ഞങ്ങളത് ആലോചിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിന് നല്ല ദേഷ്യം വന്നിട്ട് ഞാൻ നിങ്ങളുടെ മകളായിട്ട് ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് നേരെ റൂമിലേക്ക് കയറി ഡോർ അടയ്ക്കുന്നുണ്ടായിരുന്നു. പിറ്റേ ദിവസം പതിവ് പോലെ സങ്കടത്തോടുകൂടി അവൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു കഥ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു 4 ലീവ്സ് ഫ്ലവർ ഉണ്ട്, അത് നമ്മൾ എങ്ങനെയെങ്കിലും കൈക്കലാക്കുവാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നടക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ രാവിലെ വന്ന സമയം മുതലേ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ 4 ലീവ്സ് ഫ്ലവറിന് വേണ്ടിയിട്ട് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഹീറോയും അവിടേക്ക് വരുന്നുണ്ട്. നീ ഇവിടെ എന്തെടുക്കാൻ ചോദിക്കുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോടും പറയുന്നുണ്ടായിരുന്നു. ഇതേ സമയത്ത് സാർ അവളുടെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അവളുടെ അമ്മ എങ്ങോട്ടോ തലകറങ്ങി വീണു, ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹീറോയിനും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അവർ അത്യാവശ്യം നല്ല രീതിയിൽ സീരിയസ് ആയിരുന്നു കേട്ടോ. ഡോക്ടർ അന്നേരം പറയുന്നുണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് തലകറങ്ങി വീണ സമയത്ത് തലയ്ക്ക് എന്തോ ഒരു അടി പറ്റിയിട്ടുണ്ട്, ഇച്ചിരി സീരിയസ് ആണ്, എന്നാലും ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനാണെങ്കിൽ തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലായിരുന്നു. ഇന്നലെ തൻ്റെ അമ്മയോട് ദേഷ്യപ്പെട്ടതൊക്കെ കുറിച്ച് ഓർത്തിട്ട് അവൾക്ക് സഹിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ നേരെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടായിരുന്നു. ദൈവമേ, എൻ്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കാതെ എനിക്ക് നീ തിരിച്ചു തരണേന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ അവിടേക്ക് വന്നിട്ട് ആ 4 ലീവ്സിൻ്റെ ഫ്ലവർ നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു.
ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോഴായിരുന്നു ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഹീറോയിൻ ഇവിടെ അമ്മയുടെ അടുത്തേക്ക് പോയ സമയത്ത് ഹീറോ നേരെ ആ സ്കൂൾ ഗ്രൗണ്ടിൽ രാത്രി പോയിട്ട് ടോർച്ച് ലൈറ്റൊക്കെ വെച്ചിട്ട് അവൻ എങ്ങനെയൊക്കെയോ ആ ഫ്ലവർ കൊണ്ടുവന്ന് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അന്നേ ദിവസം അവൾ ഇരുന്ന് നേരം വെളുപ്പിക്കുന്നുണ്ടായിരുന്നു. രാവിലെ എങ്ങാണ്ടായപ്പോൾ അവളുടെ കണ്ണൊന്ന് മയങ്ങി പോയിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് അവളുടെ അമ്മയ്ക്ക് ബോധം വരുന്നുണ്ടായിരുന്നു. അവളുടെ അമ്മ മെല്ലെ അവളെ തൊടുമ്പോഴായിരുന്നു ബോധം വന്നെന്നുള്ളത് അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അമ്മ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ, ഞാൻ ഓക്കെ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുതെന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാനിനി അങ്ങോട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ നന്നായിട്ട് പഠിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എന്നെ ഓർത്തിട്ട് മോൾ ഒരിക്കലും വിഷമിക്കരുത്, അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല, അമ്മയ്ക്ക് ഈ ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നീ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. തലേ ദിവസം വഴക്ക് കൂടിയതിൻ്റെ നല്ലൊരു ശതമാനവും സങ്കടം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയിനും ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഈ ലിയോ ഇല്ലേ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ട് അതിൽ വിൻ ചെയ്തിട്ട് ഗോൾഡ് മെഡലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലേക്കും കൊടുക്കുന്നുണ്ട്. അവൾ അതൊക്കെ നോക്കി ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഹീറോയ്ക്ക് അത് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ലിയോ നേരെ വന്ന് നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്, എനിക്കിതുപോലെ അവളെ ഇഷ്ടമാണെന്നും എൻ്റെ ഇഷ്ടം തുറന്ന് പറയാനായിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഹീറോയ്ക്ക് തിരിച്ച് എന്ത് പറയണമെന്ന് അറിയാത്തൊരവസ്ഥയായിരുന്നു. അത് മാത്രമല്ല പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ലിയോ നമ്മുടെ ഹീറോയിനും കൂട്ടിയിട്ട് പുറത്തൊക്കെ പോകാറുണ്ട് കേട്ടോ. പക്ഷെ അതിനിടയിൽ എപ്പോഴും നമ്മുടെ ഹീറോ സ്വർഗത്തിലെ കട്ടുറുമ്പെന്നോളം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ലിയോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഹീറോ ഒരു കാരണവശാലും ഹീറോയിനെ തനിച്ച് വിടാനായിട്ട് കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഒരു ഗെയിം കളിക്കാനായിട്ട് ഇവർ 3 പേരും പോകുന്ന സമയത്ത് അവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഒരു ഗുണ്ട പോലെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഒരുമാതിരി എന്തൊക്കെ രീതിയിൽ വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ലിയോയ്ക്കും ഹീറോയ്ക്കും നല്ല ദേഷ്യം വന്നിട്ട് ലിയോ ഇയാളെ അടിക്കാനായിട്ട് വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഹീറോ അയാളെ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ അടിപിടി നടക്കുന്ന സമയത്ത് ഈ ഗുണ്ടയുടെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ഹീറോയിനും ഈ ലിയോയ്ക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഇയാളെ അടിച്ചത് കാണുമ്പോഴത്തേക്കും അവരുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന എല്ലാവരും ഓടി വരുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ഇവർക്ക് 3 പേർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ തോമസ് കുട്ടി വിട്ടോടാന്ന് പറഞ്ഞിട്ട് 3 പേര് ഓടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓടി തളർന്നിട്ട് ഒരു സ്ഥലത്ത് പോയി റെസ്റ്റ് എടുക്കുന്ന ഹീറോയിനെ നന്നായിട്ട് വെള്ളം ദാഹിക്കുന്നുണ്ടായിരുന്നു. എടാ എനിക്ക് ആരെങ്കിലും പോയിട്ട് ഒരു ബോട്ടിൽ വെള്ളം മേടിച്ചിട്ട് വാന്ന് പറയുമ്പോൾ ലിയോ നേരെ ഹീറോയോട് പറയുമ്പോൾ ഹീറോ നേരെ ലിയോയോടും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു മാറിയിരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ആരും പോണ്ട ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഹീറോ നേരെ വെള്ളം മേടിക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെള്ളം മേടിച്ചിട്ട് വരുന്ന സമയത്ത് ഇവന്മാർ 2 പേരും കൂടെ നേരെ അവളുടെ അടുത്തേക്ക് ഓടി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ പോകുന്ന സമയത്ത് ഇപ്പോൾ ലേക്ക് വേറൊരു കോമ്പറ്റീഷനും കൂടെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് അവൻ പങ്കെടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ആ മത്സരം നടക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഹീറോയിനോട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ഉണ്ടെങ്കിൽ എനിക്ക് വിൻ ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഒരു ധൈര്യം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ കോമ്പറ്റീഷൻ ഡേക്ക് ലിയോ നേരെ അവിടേക്ക് പോകുന്ന സമയത്ത് ഹീറോ നേരെ വന്നിട്ട് നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്, എടാ നീയും കൂടെ വന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് ഇവളെ വിടാനായിട്ട് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവൻ്റെ അമ്മയുടെ പഴയ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ സെഞ്ചി അടിച്ച് സങ്കടം വിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിനും ഇവനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തായാലും ആ കോമ്പറ്റീഷനിലേക്ക് വരാനായിട്ട് പറ്റത്തില്ല എന്ന് ലിയോയ്ക്ക് ഇവൾ മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ അവന് സങ്കടം വരുന്നുണ്ടായിരുന്നെങ്കിലും എന്തായാലും അവൻ ആ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ചൈനയിലും ജപ്പാനിലും ഒക്കെ ഉള്ള സ്കൂളുകളിൽ ഈ FM സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഇവരുടെ സ്കൂളിലും ഉണ്ടായിരുന്നു കേട്ടോ. ഈ കോമ്പറ്റീഷനിൽ വിൻ ചെയ്തത് കൊണ്ട് തന്നെ ലിയോ പിടിച്ചെടുത്തൊരു ഇൻ്റർവ്യൂ ഒക്കെ ഒരു പെൺകുട്ടി എടുക്കുന്നുണ്ടായിരുന്നു. അന്നേരം ഇവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ പേര് പറഞ്ഞിട്ട് അവളുടെ കാരണമാണ് ഞാൻ വിൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഇഷ്ടം എല്ലാവരും കേൾക്കാൻ അങ്ങ് പറയുന്നുണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ട്സിനും ക്ലാസ്സിലുള്ള പിള്ളേർക്കും എല്ലാവർക്കും അതൊരു വലിയ ഷോക്കായിരുന്നു. പക്ഷേ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിന് എന്തോ അത്ര അങ്ങോട്ട് സന്തോഷം വരുന്നുണ്ടായിരുന്നില്ല. അവളുടെ മുഖത്തുണ്ടായിരുന്ന ആ ചിരി പെട്ടെന്ന് മാഞ്ഞതുപോലെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ന്യൂസ് സ്കൂൾ ഫുള്ള് പരന്നത് കൊണ്ട് തന്നെ 2 പേരുടെ പാരൻസും ഇത് അറിയുന്നുണ്ട്. സാറുമാരെല്ലാവരും അറിയുന്നുണ്ടായിരുന്നു. അങ്ങനെ ലിയോയുടെയും നമ്മുടെ ഹീറോയിൻ്റെ പാരൻസ് 2 പേരും സ്കൂളിലേക്ക് വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ മകളെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ഹീറോയിൻ്റെ അമ്മയാണെങ്കിൽ നിങ്ങളുടെ മകനെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ എൻ്റെ മോളെ ഇവിടെ പഠിക്കാനായിട്ട് വിടുന്നതെന്ന് പറഞ്ഞിട്ട് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് വരുന്ന സാറാണെങ്കിൽ ഒരു വിധത്തിൽ കോംപ്രമൈസ് ചെയ്തൊക്കെ വിടുന്നുണ്ടായിരുന്നു. അതിനുശേഷം ലിയോ നമ്മുടെ ഹീറോയിനോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തൊരു റെസ്റ്റോറൻറ്റിലേക്ക് വരാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഹീറോയിനും അവിടേക്ക് പോകുന്നുണ്ട്. അതായത് അവൻ വിളിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഇഷ്ടം അവനിങ്ങനെ എല്ലാവരും കേൾക്കാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവളുടെ സൈഡിൽ നിന്ന് മറുപടി എന്താണെന്നുള്ളത് കേൾക്കാനായിട്ടായിരുന്നു അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ നിൻ്റെ മറുപടി എന്നുള്ളത് ചോദിക്കുമ്പോൾ അവൾ എന്തോ ഒരു ആൻസർ പറയുന്നുണ്ട്, പക്ഷെ അതിപ്പോൾ കാണിക്കുന്നില്ല. അങ്ങനെ ഇവരവിടെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ലിയോയുടെ അമ്മ വരുന്നുണ്ടായിരുന്നു. അവർ വന്നപാടെ, നിന്നോട് ആരാടി എൻ്റെ മോനെ വന്ന് പിന്നെയും മീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്? നിന്നെപ്പോലെ ഒരു വൃത്തികെട്ട പെൺകുട്ടിയെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സ്കൂളിലും പിള്ളേരുടെ മുന്നിലും ഒക്കെ ഇത്രയും നാണം കെട്ടിട്ടും പിന്നെ ഇവനെ കാണാൻ വന്ന എൻ്റെ തൊലിക്കെട്ടിയുണ്ടല്ലോ, അത് സമ്മതിച്ച് തന്നേ പറ്റത്തുള്ളൂ.
ഉള്ളൂ. പിന്നെ നീ ഒറ്റ ഒരുത്തി കാരണം എൻ്റെ മോൻ്റെ ഭാവി നശിക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിന് ഒരുപാട് വഴക്ക് വരുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ഹീറോ കയറി വരുന്നുണ്ടായിരുന്നു. വന്നപാട് ഇവരോട് സംസാരിക്കുന്നുണ്ട്. ആൻറ്റി, നിങ്ങളൊന്നും അറിയാതെ ഇങ്ങനെ സംസാരിക്കുന്നത്. ആക്ച്വലി ഇവൾ എൻ്റെ ഗേൾ ഫ്രണ്ടാണ്. ജസ്റ്റ് ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നപ്പോൾ ലിയോനെ കണ്ടപ്പോൾ സംസാരിക്കാനായിട്ട് വന്നേ ഉള്ളൂ. അല്ലാതെ ഇവരുടെ ഇടയിൽ യാതൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നൈസായിട്ട് ഹീറോയിനും കൂട്ടിയിട്ട് അവൻ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഹീറോ ആണെങ്കിൽ അവൾ ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിൽ നീ എന്തിനാണ് അവനെ കാണാനായിട്ട് പിന്നെയും വന്നെന്ന് ചോദിക്കുമ്പോൾ, അല്ലടാ എനിക്ക് അവനോടൊരു കാര്യം പറയാനായിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് അവൾ ആ ഫ്ലാഷ് ബാക്ക് പറയുന്നുണ്ടായിരുന്നു. ഇതുപോലെ അവൻ അവളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല, നീ എനിക്ക് തിരിച്ച് റിപ്ലൈ ഒന്നും തന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, എപ്പോൾ തൊട്ടാണ് നമ്മുടെ ഹീറോയോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയെന്നുള്ളത് അവൾ പറയുന്നില്ല. എന്തായാലും തനിക്ക് ഹീറോയെ തന്നെയാണ് ഇഷ്ടമെന്നും ലിയോയെ പ്രണയിക്കാനായിട്ട് ഇവർക്ക് പറ്റത്തില്ല എന്നും പറയുന്നുണ്ടായിരുന്നു. ലിയോ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇക്കാര്യം ഇവളിപ്പോൾ നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ടല്ലോ, പക്ഷേ ഹീറോയെ ഇവർക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം പറയുന്നില്ല. ആ ലിയോ പ്രപ്പോസ് ചെയ്തത് ഇവളെ റിജക്റ്റ് ചെയ്തെന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ. എന്തായാലും അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് സന്തോഷം വരുന്നുണ്ടായിരുന്നു. ഇതേ സമയത്തായിരുന്നു നമ്മുടെ ഹീറോയിൻ്റെ കാലിലെ ഷൂസിൻ്റെ ലേസ് അഴിഞ്ഞു കിടക്കുന്നവൻ കാണുന്നുണ്ടായിരുന്നത്. ഇവൻ നിലത്തേക്ക് ഇറങ്ങിയിട്ട് ഇരുന്ന് അവൾക്കത് കെട്ടിക്കൊടുക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, എനിക്കെന്തോ നിന്നെ വിട്ടു പിരിഞ്ഞ് പോകാനായിട്ട് ഒട്ടും മനസ്സ് വരുന്നില്ല. സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്താലെന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് അത് ഭയങ്കര സന്തോഷം വരുന്നുണ്ടായിരുന്നു. അവൻ ഡബിൾ ഓക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം അവർ തിരികെ സ്കൂളിലേക്ക് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ലിയോ ആണെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ ഏതോ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനായിട്ട് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി അവൻ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ ഇപ്പോൾ ഈ സ്കൂളിൽ വന്ന് പഠിക്കാനായിട്ട് പറ്റാത്തത് കാരണം അവൻ വേറൊരു സ്കൂളിലേക്ക് മാറുവാണ്. മനഃപൂർവ്വം മാറുന്നതായിരിക്കാം. എന്തായാലും അക്കാര്യം സാർ എല്ലാ സ്റ്റുഡൻസിനോടും പറയുന്ന സമയത്ത് ലിയോയെയും നമ്മുടെ ഹീറോയിനെയും വേറെ 2 സ്റ്റുഡൻസിനെയും കാണാനില്ലായിരുന്നു. അതായത് അന്നേ ദിവസം അവർ ആ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഈ 5 പേരും ഇത് എവിടെ പോയാന്ന് എല്ലാവരോട് ചോദിക്കുമ്പോഴും അവർക്ക് ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു. അവരെവിടെ പോയതെന്ന് പറഞ്ഞാൽ ലിയോ ഇപ്പോൾ വേറൊരു സ്കൂളിലേക്ക് പോവുകയാണല്ലോ, അതുകൊണ്ട് ലാസ്റ്റ് ദിവസം അവന് വേണ്ടിയിട്ട് ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു എല്ലാവരും ക്ലാസ് കട്ട് ചെയ്ത് ഇവൻ്റെ ഒപ്പം കിടന്ന് കറങ്ങുമായിരുന്നു. അവർ ഫുൾ ടൈം എവിടേക്കോ പോയി കിടന്ന് അടിച്ച് പൊളിച്ച് നടക്കുന്ന സമയത്ത് ലാസ്റ്റ് നമുക്ക് സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞിട്ട് നേരെ ഒരു ബീച്ചിലേക്ക് ഓടി പോകുന്നുണ്ടായിരുന്നു. അവിടേക്ക് പോകുന്ന സമയത്ത് സൺസെറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഹീറോ വന്നിട്ട് സാരമില്ല എന്ന് പറഞ്ഞ് നമുക്ക് കുറേ കമ്പിത്തിരിയൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും അങ്ങനെ അതൊക്കെ കത്തിച്ച് ഹാപ്പി ആകുന്നുണ്ടായിരുന്നു. അവിടെ കിടന്ന് ഫുൾ കുത്തുപാട്ട് ഡാൻസ് കളിയൊക്കെ അവർ അടിച്ച് പൊളിച്ച് നിൽക്കുന്ന സമയത്ത് ഇവരെല്ലാവരും ക്ലാസ് കട്ട് ചെയ്തൊന്നും വീട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ പാരൻസും ഇവർ അന്വേഷിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് വന്ന് നോക്കുമ്പോൾ അവർ ഈ ബീച്ചിൽ കിടന്ന് ഫുൾ വൈബ് അടിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന നമ്മുടെ ഹീറോയുടെ അച്ഛൻ പറയുന്നുണ്ട്, നമ്മൾ ആരും അവരിപ്പോൾ ഡിസ്റ്റർബ് ചെയ്യേണ്ട, അവർ സന്തോഷിക്കട്ടെ, ഇതുപോലൊരു ദിവസം അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇത് അവസാനമായിരിക്കും, അവർ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്ന പാരൻസിനെയും കൂടിയിട്ട് അവർ തിരികെ പോകുന്നുണ്ടായിരുന്നു. എന്തായാലും അന്നേ ദിവസം അവർ 5 പേരും ആ ബീച്ചിൽ തന്നെ ചെലവഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ലിയോ അവൻ്റെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹീറോയിനും ഡെയിലി സ്കൂളിലേക്ക് വരാറുണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ അവരുടെ ഫൈനൽ എക്സാം വരുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഭയങ്കരമായിട്ടിരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അവളുടെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ ഹീറോ അവൻ ആഗ്രഹിക്കുന്ന കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കും, അവിടേക്ക് ഇവക്കും കയറണമെങ്കിൽ നല്ല മാർക്ക് വേണം. അതിന് വേണ്ടിയിട്ടായിരുന്നു അവൾ കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവളിങ്ങനെ പഠിക്കുന്നത് കാണുമ്പോൾ ഹീറോയ്ക്ക് തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഇതങ്ങനെ പതിവുള്ള കാര്യമൊന്നും അല്ലല്ലോ. എന്തായാലും അവൾക്ക് വേണ്ടത്ര സപ്പോർട്ട് എല്ലാം നമ്മുടെ ഹീറോ കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾക്കാരിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം അവൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ ഹീറോയിന് ഡൗട്ട്സിനൊന്നും കുറവില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നൈറ്റ് ഫുള്ളിരുന്ന് അവനെ കോൾ ചെയ്തിട്ടായിരുന്നു ഇവളെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവരിങ്ങനെ എപ്പോഴും കോൾ ചെയ്യുന്ന കാണുമ്പോൾ ഹീറോയിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇവരെങ്ങാനും ഇനി റിലേഷനിലെങ്ങാനും ആണോ എന്നറിയാനായിട്ടൊരു ചെറിയൊരു സംശയത്തിൻ്റെ പേരിൽ അവരുടെ ഫോൺ കോൾസ് എല്ലാം ഇങ്ങനെ ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും എക്സാം എല്ലാം കഴിയുന്നുണ്ട്. ഹീറോയിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സാം എല്ലാം എഴുതുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് സമ്മർ വെക്കേഷൻ വരുന്നുണ്ടായിരുന്നു. ഹീറോയിനും ആണെങ്കിൽ അടിച്ച് പൊളിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് എവിടെയെല്ലാം പോകാമോ അവിടെയെല്ലാം അവർ പോകുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ വെച്ച് തന്നെ നമ്മുടെ ഹീറോയിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ലാസ്റ്റ് അവൾക്കൊരു കിസ്സും കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഇഷ്ടം എന്തായാലും അവൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഹാപ്പി ആയിട്ട് നടക്കുന്ന സമയത്തായിരുന്നു ഇവരുടെ എക്സാം റിസൾട്ട് എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. 2 പേരും ജയിച്ചിട്ടുണ്ട്. അവരുടെ കോളേജിൽ അഡ്മിഷൻ്റെ കാര്യങ്ങൾ ഏകദേശമൊക്കെ ഓക്കെയായി. ഹീറോ അവൻ ആഗ്രഹിച്ചിരുന്ന കോളേജിൽ തന്നെ അഡ്മിഷനും കിട്ടി എന്നുള്ളൊരു സന്തോഷ വാർത്ത ഹീറോയിനോട് പറയാനായിട്ട് വരുന്ന സമയത്ത് അവൾ ഭയങ്കരമായിട്ടിരുന്ന് കരയുന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് തിരക്കുമ്പോൾ അവൾക്ക് അഡ്മിഷൻ കിട്ടിയത് വേറൊരു കോളേജിലായിരുന്നു. ഹീറോയിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ എന്തുകൊണ്ടോ വേറൊരു കോളേജിലായിരുന്നു അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾ അതോർത്ത് ഭയങ്കരമായിട്ടിരുന്ന് കരയുന്ന സമയത്ത് ഹീറോ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇത് ഇത്രയും കാണിച്ചത് 2008 സീൻസാണ് കേട്ടോ. ഇപ്പോൾ കാണിക്കുന്നത് 2022 സീനാണ്. ഇപ്പോൾ ഒരു സ്കൂളാണ് കാണിക്കുന്നത്. ആ സ്കൂളിൽ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാണും പെണ്ണും കൂടെ കൈ കോർത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന ടീച്ചർ വന്നിട്ട് നേരെ ഇവർ രണ്ടുപേരും വഴക്ക് പറയുന്നുണ്ടായിരുന്നു. ആ ക്ലാസ്സിലെ ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. ഇപ്പോൾ 2022 സീനാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ഒരു ടീച്ചറായിട്ടുണ്ടായിരുന്നു. ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പിള്ളേരെ നേരെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചിട്ട് ഹീറോയിൻ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു. പഠിക്കാൻ വരുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിലല്ല ഇടപെടേണ്ടത്.
ഇപ്പോൾ നിങ്ങൾ ഈ എടുക്കുന്ന തീരുമാനം കുറേ നാൾ കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയേക്കാം. ആ സമയത്ത് നിങ്ങൾ പഠിച്ചില്ല എന്നുള്ളൊരു കുറ്റബോധം നിങ്ങൾക്ക് ഒരിക്കലും തോന്നരുത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ പഠിക്കാനുള്ള സമയമാണ്, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തെന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും നല്ല രീതിയിൽ അവൾ ഉപദേശിച്ച് വിടുന്നുണ്ടായിരുന്നു. എന്തായാലും ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവളെ വിളിക്കാനായിട്ട് വരുന്നത് നമ്മുടെ ഹീറോ ആയിരുന്നു കേട്ടോ. അവളിപ്പോൾ ഒരു സയൻറ്റിസ്റ്റാണ് കേട്ടോ, ഫേമസ് ആയിട്ടുള്ളൊരു സയൻറ്റിസ്റ്റാണ്. ഇതിനിടയിൽ നമ്മുടെ ഹീറോയ്ക്കും ഹീറോയിനും കല്യാണം ആയിട്ടുണ്ടായിരുന്നു, അവർക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോയിനെയും കൂട്ടിയിട്ട് നേരെ അവൻ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. ഈ കുഞ്ഞു കുട്ടിയായിട്ട് അവർ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്ത് പതിവ് പോലെ ടി വിയിൽ ന്യൂസ് വരുന്നുണ്ട്, ലിയോയ്ക്ക് ഏതൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് വിൻ ചെയ്തിട്ട് ഒരു ഗോൾഡ് മെഡൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ്. ഇത് കാണുന്ന ഹീറോയിൻ ആണെങ്കിൽ ഇവൻ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ ഗോൾഡ് മെഡൽ മേടിച്ച് ഇവന് ബോറടിക്കത്തില്ലേ, ഇത് എന്ത് കഷ്ടമെന്ന് പറയുന്ന സമയത്ത് ഹീറോയ്ക്ക് ചെറുതായിട്ട് ജലസടിക്കുന്നുണ്ടായിരുന്നു. ഉടനെ തന്നെ അവനിങ്ങനെ റിമോട്ട് എടുത്തിട്ട് വേറൊരു കാർട്ടൂൺ ചാനൽ ഇടുന്നുണ്ടായിരുന്നു. ഇവർ ജലസടിച്ചാന്നുള്ളത് ഹീറോയ്ക്കിന് മനസ്സിലാകുന്ന സമയത്ത് നേരെ ഹീറോയുടെ മേലേക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അവനും അവളുടെ തലയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അവർ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം പതിവ് പോലെ ഹീറോയിൻ നേരെ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അവളെല്ലാം സ്റ്റാഫ് റൂമിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇന്നലെ ഉപദേശിച്ച് വിട്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, അവൾ നേരെ നമ്മുടെ ഹീറോയിനോട് വന്ന് പറയുന്നുണ്ട്, ടീച്ചർ എന്തിനാണ് ഇന്നലെ ഞങ്ങളോട് അങ്ങനെ സംസാരിച്ചത്? എൻ്റെ അമ്മയോട് ഞാൻ ഇക്കാര്യം പറഞ്ഞപ്പോൾ ടീച്ചറും ചെറുപ്പം തൊട്ടേ ഒരാളെ സ്നേഹിച്ചിട്ടാണ് കല്യാണം കഴിച്ചതെന്നാണല്ലോ ഞാൻ അറിഞ്ഞതെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിൻ ആണെങ്കിൽ പെട്ട അവസ്ഥയായിരുന്നു കേട്ടോ. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, മോളെ നിന്നോട് പ്രണയിക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, പക്ഷെ നമ്മുടെ ഭാവിയാണ് ഏറ്റവും വലുത്. നമുക്ക് നമ്മുടെ കരിയറൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഇതിന് ടൈം സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ നല്ല കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല അന്ന് ഞാൻ എടുത്ത തീരുമാനം തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഈ തീരുമാനം നാളൊരു സമയം തെറ്റാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഭാവി ചിലപ്പോൾ ഏത് നിലയിലായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമേ ഞാൻ നിങ്ങളോട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അത് ആ പെൺകുട്ടിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇങ്ങനെ ഹീറോയിൻ പെൺകുട്ടിയെ ഉപദേശിക്കുന്നതോടുകൂടെ ഈ ഡ്രാമ അവസാനിക്കുകയാണ്. പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഹീറോയിൻ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു കുട്ടി മിനി ഡ്രാമയാണ് കേട്ടോ. എന്തായാലും നല്ല ക്യൂട്ട് സ്റ്റോറിയാണ്. ഞാൻ മുന്നേ നമ്മുടെ ചാനലിൽ തന്നെ ഈ ഹീറോയെ വെച്ചിട്ടൊരു ഡ്രാമ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഹീറോയിൻ എനിക്ക് ഒരുപാട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹീറോയിനാണ്. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. എന്തായാലും ഈ ഡ്രാമ ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. നമ്മുടെ ഈ ഹീറോയിൻ്റെ ഈ ഡ്രാമ ആയതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞ് അടുത്തായിട്ട് നമ്മുടെ ചാനലിൽ ഇങ്ങനെയുള്ള മിനി ഡ്രാമാസ് മൂവി രൂപത്തിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി എപ്പിസോഡ് വൈസ് ഡ്രാമാസ് വേണമെങ്കിൽ ആ അഭിപ്രായം കൂടെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ ഡ്രാമ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു നല്ലൊരു ഡ്രാമയായിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ.